ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗ്മറ്റം എഴുതിയ നോവൽ ചക്രവാതം. അധ്യായം 38. ബോട്ട് തീരക്കടലിലൂടെ പായുകയാണ്. ഷീബ മേരി കരയിലേക്കും കടലിലേക്കും മാറി മാറി നോക്കി അന്തം വിട്ടിരുന്നു. കരയിൽ നിന്നുള്ള അകലം കൂടിക്കൂടി വരുമ്പോൾ അവൾക്ക് ഭയമേറും. കരയിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴും അവൾ പരിഭ്രമിക്കും. കാരണം പുറം കടലിലേക്ക് പോകാനുള്ള കരുത്തൊന്നും ആ ചെറിയ ബോട്ടിനില്ലെന്ന് അവൾക്കറിയാം. മോശമായ കാലാവസ്ഥയുടെ ആദ്യ ലക്ഷണവുമായി വരുന്ന ആദ്യത്തെ തിര തന്നെ എടുത്തെറിയാനുള്ളതേയുള്ളൂ ബോട്ട്. പക്ഷേ കടൽ പതിഞ്ഞു കിടക്കുകയാണ്. ഓളങ്ങൾ മാത്രമേയുള്ളൂ. നല്ല കാലാവസ്ഥ. കരയിലുടനീളം ചീനവലകളുടെ നിര. ഷീബയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും യഥാർത്ഥ സംഭവങ്ങളല്ല എന്ന് ചിലപ്പോൾ തോന്നി. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ യാതൊരുവിധ അലലുമില്ലാതെ സ്വന്തം വീട്ടിലിരിക്കുകയായിരുന്നു താൻ. ഇപ്പോൾ കടലിന് നടുവിൽ, കൂടെ ഡെനിച്ചൻ, പിന്നെ അപരിചിതരായ 2 പുരുഷന്മാർ. ഒരാൾ ബോട്ട് ഓടിക്കുന്നു, മറ്റേയാൾ വെറുതെ ഇരിക്കുന്നു. ബോട്ട് തിരമുറിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങോട്ടാണെന്ന് പോലും അറിയില്ല. ഒരു വീടിനുള്ളിൽ സുരക്ഷിതയായി സുഖലോലുപയായി സുഭിക്ഷമായി ജീവിച്ചു വന്ന ഒരു പെണ്ണായിരുന്നു താനെന്ന് അവൾ ഓർത്തു. ഇനി എന്ത് എന്നൊരു ചോദ്യം വിദ്യാഭ്യാസം സംബന്ധിച്ചല്ലാതെ സ്വപ്നത്തിൽ പോലും സ്വയം ചോദിക്കേണ്ടി വന്നിട്ടില്ല. പ്രേമമെന്ന വാക്ക് ആ കനത്ത കോട്ടയിൽ നിന്ന് തന്നെ വിളിച്ച് പുറത്തിറക്കി യാതൊരു ബന്ധവുമില്ലാത്ത 3 പുരുഷന്മാരുടെ നടുവിലെത്തിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ തൻ്റെ ജീവിതത്തിന് ഇനി എന്ത് ഗ്യാരണ്ടിയാണുള്ളതെന്ന് അവൾ ആലോചിച്ചു നോക്കി. ഒന്നുമില്ല. ആകെ അറിയാവുന്നത് ഡെന്നിച്ചന് മാത്രമാണ്. അവനെയും ശരിക്കറിഞ്ഞുകൂടാ. കുറേ തവണ കണ്ടു, ചിരിച്ചു, വാക്കുകളും കൈമാറി. അവന് തൻ്റെ വീടും തനിക്ക് അവൻ്റെ വീടും അറിയാം. അവൻ്റെ സ്വഭാവം എന്തെന്നോ അവൻ്റെ വീട്ടുകാർ എങ്ങനത്തവരാണെന്നോ ശരിക്കറിയില്ല. അവർ തന്നെ അടിച്ചാലും നിലത്തൂടെ വലിച്ചഴിച്ചാലും നെഞ്ചത്ത് ചവിട്ടിയാലും സഹിക്കുകയേ നിർവാഹമുള്ളൂ. പ്രേമം, ആ 2 അക്ഷരത്തിൻ്റെ പിൻബലത്തിലാണ് ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയത്. ഒരു കാര്യം അവൾക്കിപ്പോൾ ഉറപ്പായി. ഇങ്ങനെ ഒരു പുരുഷനിൽ പ്രാണനും വിശ്വാസവും അർപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെടാൻ പെണ്ണിന് മാത്രമേ കഴിയൂ. ബോട്ട് ചെല്ലാനം ഏരിയ കഴിഞ്ഞുവെന്ന് ബോട്ട് ഓടിക്കുന്ന ആൾ പറയുന്നത് അവൾ കേട്ടു. അവളുടെ മനസ്സിൽ നടക്കുന്ന വടംവലികൾ മനസ്സിലാക്കിയിട്ടെന്നോണം ഡെന്നിച്ചൻ അവളുടെ കൈത്തലം പിടിച്ചമർത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കണ്ട എന്ന് അവൻ കണ്ണടച്ചു കാട്ടി. ചെല്ലാനം കഴിഞ്ഞപ്പോൾ അവരുടെ ബോട്ട് കടലിൽ കിടന്ന ഒരു മീൻപിടുത്ത വള്ളത്തെ സമീപിച്ചു. വള്ളത്തിനോട് ചേർത്ത് നിർത്തിയിട്ട് ഡെന്നിച്ചനോടും ഷീബയോടും എഴുന്നേറ്റ് വള്ളത്തിലേക്ക് കയറാൻ പറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ ആദ്യം ഡെന്നിച്ചനെ കൈപിടിച്ച് കയറ്റി. ഡെന്നിച്ചൻ ഷീബ മേരിക്ക് കൈ കൊടുത്ത് വലിച്ചു കയറ്റി. വള്ളത്തിൽ കാറ്റുപായ പോലെ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കീഴിൽ പലകയും പലക മീതെ ചാക്കും വിരിച്ചിട്ടുണ്ട്. ഡെന്നിച്ചനോടും ഷീബയോടും അതിലിരുന്നു കൊള്ളാൻ ശൗരിക്കുട്ടി നിർദ്ദേശിച്ചു. അവർ 2 പേരും വള്ളത്തിലിരുന്നു. അതോടെ പുറം കാഴ്ചകൾ കാണാൻ പറ്റാതായി. തിരയിളകുന്ന ശബ്ദം കേൾക്കാം. വള്ളത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ആളെ കാണാം. 2 പേർ വള്ളപ്പടിയിലിരിപ്പുണ്ട്. വള്ളത്തിൻ്റെ 2ഉം 3ഉം 4ഉം കള്ളികളിൽ ഇതുവരെ പിടിച്ച മീനുകൾ കിടപ്പുണ്ട്. വള്ളം വടക്ക് ദിക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങി. കര ഒരിരുണ്ട തുരുത്തുപോലെയായി. ഡെന്നിച്ചനും ഷീബയും തോളോട് തോൾ ചാരിയിരുന്നു. ഷീബ ഡെന്നിച്ചൻ്റെ കൈപിടിച്ച് മടിയിൽ വെച്ച് നഖം നുള്ളിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഡെന്നിച്ചൻ തല പൊക്കി നോക്കി. ശൗരിക്കുട്ടിയുടെ ബോട്ട് കാണാനേയില്ല. മീൻപിടുത്ത വള്ളം ഫോർട്ട് കൊച്ചി അഴിമുഖത്തെത്തി. വേലിയേറ്റം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയും ചങ്ങാതിയും അഴിമുഖത്തെത്തുമ്പോഴേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അവരുടെ ബോട്ടിനെ സമീപിച്ചു. അവരോട് ബോട്ട് നിർത്താൻ ആവശ്യപ്പെട്ടു. അവരുടെ ബോട്ടിനോട് ചേർത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് നിർത്തി. അതിലുണ്ടായിരുന്നവർ ശൗരിക്കുട്ടിയുടെ ബോട്ടിലേക്ക് കയറി വന്നു. എന്താ സാറേ? ശൗരിക്കുട്ടി അവരോട് തിരക്കി. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ വരാപ്പുഴക്കാരാ സാറേ. കടലിലോട്ട് എന്തിനു പോയി? അതും ഈ ചെറിയ ബോട്ടുമായിട്ട്? വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയതാ, ശൗരിക്കുട്ടി പറഞ്ഞു. അഴിമുഖത്ത് ചെറിയ ബോട്ടുകൾ കൊണ്ടുപോകുന്നത് അപകടമാണെന്നറിയില്ലേ? ഞങ്ങൾ വേലി ഇറക്കത്തില്ല ഇങ്ങ് പോന്നത്. ഇപ്പോൾ വേലിയേറ്റമായല്ലോ, ഇനി തിരിച്ചു പോവുകയാ, ശൗരിക്കുട്ടി കൂസലില്ലാതെ പറഞ്ഞു. നിങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിരുന്നോ? അത്ര ദൂരം ഈ ചെറിയ ബോട്ടിൽ കടലിൽ കൂടെ പോകാനോ? ഞങ്ങൾക്കെന്താ പ്രാന്തുണ്ടോ സാറേ? ഒരു പെൺകുട്ടിയുമായി ഒരു ചെറിയ ബോട്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ? ഒരു ചെറിയ ബോട്ട് ദൂരെ കൂടെ പോണത് കണ്ടു സാറേ. പെൺകുട്ടി ഉണ്ടോയെന്നറിയില്ല, ശൗരിക്കുട്ടി പറഞ്ഞു. അതെങ്ങോട്ടാണ് പോയത്? അതിൻ്റെ പോക്ക് കണ്ടിട്ട് വടക്കോട്ടാണെന്നാ തോന്നിയത്. മുൻപം ഭാഗത്തോട്ടാ പോയേക്കണത്. അതെങ്ങനെയുള്ള ബോട്ടാണ്? ഇതിൻ്റെ ഇരട്ടിയുണ്ട് സാറേ, ശൗരിക്കുട്ടി പറഞ്ഞു. നല്ല സ്പീഡാ, വെച്ചലക്കി പോണത് കണ്ട്.
അതോടെ കോസ്റ്റ് ഗാർഡ്സ് ശൗരിക്കുട്ടിയുടെ ബോട്ട് ഉപേക്ഷിച്ച് നേരെ വടക്കോട്ട് പിടിച്ചു. നേരെ കൊച്ചി കായലിന് പിടിച്ചോ? ശൗരിക്കുട്ടി ചങ്ങാതിയോട് പറഞ്ഞു. അവരുണ്ടായിരുന്നെങ്കിൽ പൊക്കിയനെ അല്ലേ? ബോട്ട് ഓടിച്ചിരുന്ന റോമിയോ റൊസാരിയോ ശൗരിക്കുട്ടിയെ നോക്കി ആശ്വാസപ്പുഞ്ചിരി പൊഴിച്ചു. അതിനല്ലേടാ നമ്മൾ മീൻവള്ളം പിടിച്ചിട്ടത്. ഇനി പുറകെ പോയി അവരെ പിക്ക് ചെയ്യണം, ശൗരിക്കുട്ടി പറഞ്ഞു. അവരുടെ ബോട്ട് അഴിമുഖം കടന്നു നേരെ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോയി. മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബറിനിപ്പുറം കായൽ നടുവിൽ ചുറ്റുതിരിയുന്നുണ്ടായിരുന്നു ഡെന്നിച്ചനും ഷീബ മേരിയും കയറിയ മീൻവള്ളം. ശൗരിക്കുട്ടിയുടെ ബോട്ട് അവരുടെ വള്ളത്തോട് അടുപ്പിച്ചു നിർത്തി. ഡെന്നിച്ചനെയും ഷീബ മേരിയെയും വള്ളത്തിൽ നിന്ന് ബോട്ടിലേക്ക് കയറ്റി. മീൻവള്ളം നേരെ മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബറിലേക്ക് ഓടിച്ചുപോയി. ശൗരിക്കുട്ടിയുടെ ബോട്ട് പനങ്ങാട്, പെരുമ്പളം, വൈക്കം വഴി തണ്ണീർമുക്കത്തേക്ക് തിരിച്ചു. തണ്ണീർമുക്കത്ത് നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് കടന്നു. വേമ്പനാട്ട് കായലിൽ ശൗരിക്കുട്ടിയെയും സംഘത്തെയും കാത്ത് ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു. ചെറിയ ബോട്ട് ഹൗസ് ബോട്ടിനോട് ചേർത്ത് നിർത്തി. ഡെന്നിച്ചനെയും ഷീബ മേരിയെയും അതിൽ നിന്നിറക്കി ഹൗസ് ബോട്ടിലേക്ക് കയറ്റി. പുറകെ ശൗരിക്കുട്ടിയും കയറി ചെന്നു. ഹൗസ് ബോട്ടിൽ കയറിയ ഷീബ മേരി അന്തം വിട്ടു നിന്നുപോയി. ഒന്നാന്തരം വിരിയിട്ട ഡൺലപ്പ് കിടക്ക, ഇരട്ട തലയണകൾ, കമ്പിളി പൊതുപ്പ്, അറ്റാച്ച്ഡ് ബാത്റൂം, ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഡൈനിങ് സെറ്റപ്പ്, 2 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചെറിയ ഭക്ഷണമേശയും കസേരകളും, കായലിൻ്റെ വിശാലതയിലേക്ക് തുറക്കുന്ന വാതിൽ, അവിടെ ചെറിയൊരു സിറ്റൗട്ട്. നിങ്ങൾ ആദ്യം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിവാ, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാകും, ശൗരിക്കുട്ടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഇതിനകത്ത് ഒരു പേടിയും വേണ്ട, ആരും നിങ്ങളെ പിടിക്കാൻ വരത്തില്ല. ശൗരിക്കുട്ടി എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഡെന്നിച്ചൻ ചോദിച്ചു. എനിക്ക് പിടിപ്പത് പണിയുണ്ടല്ലോ. നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ മറുവശം നോക്കണ്ടേ? അവിടെ ഇപ്പോൾ വലിയ ബഹളം നടക്കുമായിരിക്കും. ഇവളുടെ വീട്ടുകാരും പോലീസുകാരും കൂടെ നമ്മുടെ അമ്മയെയും വീട്ടുകാരെയും ദ്രോഹിക്കുമെന്ന് ഉറപ്പല്ലേ? അവരെ രക്ഷിച്ചെടുക്കണ്ടേ? ഇനിയും അത്ര ദൂരം തിരിച്ചു പോകാനോ? ഡെന്നിച്ചൻ അന്താളിച്ചു. 6-7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ എവിടെ എത്തിയത്. ഇപ്പോൾ മണി 10 കഴിഞ്ഞിരിക്കുന്നു. ഡെന്നിച്ചേട്ടൻ അറിയാൻ പാടില്ലേ? ഇതിൻ്റെ നേരെ അപ്പുറത്ത ചെല്ലിക്കടപ്പുറം. ബോട്ടിന് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര വളഞ്ഞു വന്നത്. ഞാനിപ്പോൾ പുന്നമട ചെന്നിട്ട് കരയ്ക്ക് കയറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച 3/4 മണിക്കൂറിനകത്ത് ചെല്ലിക്കടപ്പുറത്ത് ചെല്ലും, ശൗരിക്കുട്ടി പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന ബുദ്ധി അപ്പോഴാണ് ഡെന്നിച്ചൻ്റെ തലയിൽ ഉദിച്ചത്. കടലിനും കായലിനും ഇടയിൽ വെയിലത്ത് ഉണങ്ങാൻ വിരിച്ചിട്ട പട്ടുസാരി പോലെയാണ് ആലപ്പുഴ തൊട്ട് കൊച്ചി വരെയുള്ള കര. മീൻ, ഇറച്ചി, ഞണ്ട്, കക്ക, ചോറ്, പൊറോട്ട, ചപ്പാത്തി, പാല്, പഴം തുടങ്ങി എന്തു വേണമെങ്കിലും ഇതിനകത്ത് കുക്ക് ശരിയാക്കി തരും. വാ തുറന്നു ചോദിച്ചാൽ മതി. തിന്നുകുടിച്ച് മതിച്ച് കിടന്നുറങ്ങി 3 ദിവസത്തേക്ക് നിങ്ങളെ ആരും തൊടൂല്ല. 4-ാം ദിവസം ഞാൻ നിങ്ങളെ കോടതി കൊണ്ടുപോയി നിർത്തും. അപ്പോഴത്തേക്കിന് നിങ്ങൾ കെട്ടിയവനും കെട്ടിയവളുമായി കഴിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഞാൻ പോകുക. നിങ്ങൾക്കുള്ള ഡ്രസ്സ് വച്ചിട്ടുണ്ട്. മറുപടിക്കൊന്നും ശൗരിക്കുട്ടി കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ ഹൗസ് ബോട്ടിൽ നിന്നിറങ്ങി. ഷീബ മേരിയും ഡെന്നിച്ചനും ബെഡ്റൂമിന് വെളിയിൽ വന്ന് നോക്കി. അവർ വന്ന ബോട്ട് ശൗരിക്കുട്ടിയെയും കൊണ്ട് പാഞ്ഞകലുന്നത് കണ്ടു. അതിൻ്റെ വെളിച്ചം മറയുന്നതുവരെ 2 പേരും നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് പരസ്പരം നോക്കി. ഇനി എന്ത്? ഇതുവരെ നടന്നതെല്ലാം ഒരു സിനിമ പോലെയാ ഡെന്നിച്ചന് തോന്നിയത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഷീബ മേരിയുടെ മുഖത്തും അതേ സംശയം തന്നെയായിരുന്നു. കുക്കിൻ്റെ ചുമ കേട്ട് 2 പേരും ഞെട്ടി. അയാൾ പുറകിൽ വന്നു നിന്ന് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചതായിരുന്നു. വേഗം കുളിച്ചിട്ട് വന്ന ഭക്ഷണം നല്ല ചൂടിന് തരാം, അയാൾ പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? മോനച്ചൻ. ഇതിനകത്ത് വേറെ ആളുണ്ടോ? ഇതിൻ്റെ സ്രാങ്കും പണിക്കാരും ഒക്കെയുണ്ട്. ഇപ്പം തന്നെ ഇത് ഇവിടുന്ന് പുറപ്പെടും. എങ്ങോട്ട്? കുമരകം. 2-3 ദിവസം കൊണ്ട് എല്ലായിടവും ഒന്ന് കറങ്ങി വരണമെന്ന ആ സാറ് പറഞ്ഞിട്ട് പോയത്. ഏത് സാറ്? നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയില്ലേ ആ സാറ്? ഡെന്നിച്ചന് അതിശയമായി. ശൗരിക്കുട്ടി മോശക്കാരനല്ല, ഇവരുടെയൊക്കെ സാറാണ്. ഡെന്നിച്ചൻ ആദ്യം ഷീബ മേരിയെ കുളിക്കാൻ പറഞ്ഞയച്ചു. അവൾ കുളിച്ചു വന്നപ്പോൾ ധരിക്കാൻ നല്ല പുതുപുത്തൻ നൈറ്റിയും അടിവസ്ത്രങ്ങളും ബെഡിലിരിപ്പുണ്ടായിരുന്നു. ഡെന്നിച്ചനുമുണ്ട് പുതിയ ഒരു ജോഡി ഡ്രസ്. 2 പേരും കുളിച്ചു വന്ന് ഡ്രസ് മാറി ആഹാരം കഴിക്കാനിരുന്നു. ശൗരിക്കുട്ടി പറഞ്ഞതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ചപ്പാത്തി, ചോറ്, മത്സ്യവിഭവങ്ങൾ, മാംസവിഭവങ്ങൾ. ഭക്ഷണം കഴിച്ച് തൃപ്തരായി 2 പേരും കിടക്കയിലെത്തി. ഡെന്നിച്ചൻ്റെ അനിയനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. എന്താ ധൈര്യം? എന്താ പ്ലാനിങ്? ഷീബ മേരി പറഞ്ഞു. അവൻ കുട്ടിക്കാലത്തെ അങ്ങനാ, സ്പെഷ്യലിസ്റ്റാ. എന്നുവെച്ചാ? ഷീബ മേരി ഉത്സുകയായി. അവൻ എന്ത് ചെയ്താലും അതിനൊരു വെറൈറ്റി കാണും. മറ്റുള്ളവർ ചെയ്യുന്ന പോലല്ല.
അവൻ നമ്മൾ കാണുന്ന പോലല്ല കാര്യങ്ങൾ കാണുന്നേ. അത് വേറൊരു ലെവലാ. എന്നാലും ഇങ്ങനൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി വേണ്ടായോ? പിന്നെ വേണ്ടേ? അവൻ്റെ ബുദ്ധി വേറൊരു ബുദ്ധിയാ. അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ബുദ്ധിയുള്ളതുകൊണ്ടാ. അവൻ ജീവിച്ചിരിപ്പില്ലെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവനെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. ഡെന്നിച്ചൻ അക്കഥ മുഴുവൻ അവളോട് വിസ്തരിച്ച് പറഞ്ഞു. ഇപ്പോൾ ഡെന്നിച്ചനെയും എന്നെയും കൂടെ ഒന്നിപ്പിക്കാൻ ശൗരിക്കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടല്ലോ. ഒന്ന് ഓർത്തു നോക്കിയാ രൂപ എത്ര ചെലവായി. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പിക്കപ്പ്, കടലിൽ കൂടി നമ്മളെ കൊണ്ടുവന്ന ബോട്ട്, പിന്നെ നമ്മളെ കയറ്റിയ മീൻവള്ളം, ഇപ്പം ഈ ഹൗസ് ബോട്ട്, ഇതിനെല്ലാം കൂടി 10,000 രൂപ ചെലവാകത്തില്ലേ? അതൊക്കെയാകും. ഡെന്നിച്ചൻ സമ്മതിച്ചു. ഇത്രയും പൈസ എവിടുന്ന് കിട്ടുന്നു? എനിക്കറിയത്തില്ല. പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇതുമാതിരി ചെലവാക്കണമെങ്കിൽ അത്രയ്ക്കൊരു സ്നേഹം വേണ്ടേ? ഷീബ മേരി ചോദിച്ചു. നിങ്ങൾ തമ്മിൽ കുഞ്ഞുനാൾ മുതലേ നല്ല കൂട്ടായിരുന്നോ? അതിന് മറുപടി പറയാൻ ഡെന്നിച്ചൻ്റെ നാവും മനസ്സും പെട്ടെന്ന് വഴങ്ങിയില്ല. എന്നാ മിണ്ടാത്തെ? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലല്ലേ ഇങ്ങനൊക്കെ സഹായിക്കാൻ തോന്നത്തുള്ളൂ. ഷീബ മേരി അവൻ്റെ കൈത്തണ്ടയിലേക്ക് തലവച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. അനുജനെ എടുത്തുകൊണ്ട് നടന്നതും വാരിക്കൊടുത്തതുമൊക്കെ ചേട്ടൻ തന്നെയായിരിക്കും അല്ലേ? സത്യം പറ. അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹം? അല്ല. ഡെന്നിച്ചൻ്റെ ഒച്ച പതറി. അവനെ എനിക്ക് കണ്ണിന് കണ്ടുകൂടായിരുന്നു. ഡെന്നിച്ചൻ്റെ സ്വരത്തിൽ കുറ്റബോധത്തിൻ്റെ നനവ് കിനിഞ്ഞു. അവന് തിന്നാൻ വെച്ചിരിക്കുന്നതിൽ നിന്ന് ഞാൻ ആരും കാണാണ്ട് കൈയിട്ട് വരും. അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കും അവനെ ഇഷ്ടമില്ലായിരുന്നു. വീട്ടിലെ സ്വന്തക്കാർ വരുമ്പോൾ കൊണ്ടുവരണം മുട്ടായും ബിസ്ക്കറ്റും അവന് മാത്രം കൊടുക്കത്തില്ല. എന്നിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ പോയിരുന്നുണ്ട് കറുമുറെ കടിച്ചു തിന്നും. അവന് കൊടുക്കാൻ പോണ മാതിരി ഞാൻ നീട്ടിക്കാണിക്കും. അവൻ കൈ നീട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാനത് വായിലിട്ട് തിന്നും. അവൻ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കും. അത്രയും ദുഷ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഡെന്നിച്ചൻ അതിനുത്തരം പറഞ്ഞില്ല. താൻ നികൃഷ്ടനാണെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. അവന് ആരും ഒന്നും കൊടുത്തിട്ടില്ല. ദേഷ്യവും വെറുപ്പും വഴക്കും മാത്രം. ഡെന്നിച്ചൻ്റെ അനിയനല്ലേ? കൊച്ചുകുട്ടിയല്ലായിരുന്നോ? എല്ലാവരും അവനോടങ്ങനെ പെരുമാറിയത്. അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഷീബ മേരി നിശബ്ദയായി കിടന്നു. മൗനം നീണ്ടു പോയി. എന്താ ഒന്നും പറയാത്തെ? ഡെന്നിച്ചൻ ചോദിച്ചു. അതിനും മറുപടി ഉണ്ടായില്ല. എനിക്കറിയാം, എന്നോടിപ്പം ദേഷ്യം തോന്നുന്നുണ്ട് അല്ലേ? ഷീബ മേരി ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ വെറുത്തിട്ടും ആ മനുഷ്യന് നമ്മളെ സഹായിക്കാൻ തോന്നിയല്ലോ. വേറെ ആരാണെങ്കിലും തക്കം നോക്കി പകരം വീട്ടാം നിക്കത്തല്ലേ ഉള്ളു. ഇതും ഒരു പകരം വീട്ടിലായിരിക്കും. അതെങ്ങനെ? ഞാൻ കൊടുത്ത കയ്പിന് പകരം കുറേ മധുരം തന്ന എന്നെ നാണം കിടത്തിക്കൊണ്ട്. ഷീബ മേരി ചെറുന്നനെ ചിരിച്ചു. മധുരപ്രതികാരം അല്ലേ? ശരിക്കും എനിക്കിപ്പോൾ കുറച്ചിൽ തോന്നണുണ്ട്. അത് വേണം ഡെന്നിച്ച, അല്ലെങ്കിൽ മനസാക്ഷിയില്ലാത്തവനായി പോകും. ഡെന്നിച്ചൻ ഒന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞ് അവൾ ചോദിച്ചു, എന്താ ആലോചിക്കുന്നേ? വീട്ടിലിപ്പം എന്തെല്ലാം ബഹളങ്ങൾ നടന്നു കാണും. നിങ്ങളുടെ വീട്ടുകാർ ആളും കൂട്ടി വലിയ പട പോലെ വരത്തില്ലേ? പോലീസ് വരത്തില്ലേ? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസല്ലേ? പോലീസുകാർ എൻ്റെ വീട്ടുകാരെയൊക്കെ ഉപദ്രവിച്ചു കാണും. സാരമില്ലെന്നേ. ശൗരിക്കുട്ടി അങ്ങോട്ടല്ലേ പോയേക്കണത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളും. പോലീസ് ശൗരിക്കുട്ടീനെ കൂടെ പിടിച്ചാലോ? നിന്നെ തട്ടിക്കൊണ്ടുവന്ന കേസിൽ അവനും പ്രതിയാവത്തില്ലേ? അവനെ പിടിച്ചാൽ നമ്മളെയും പിടിക്കും. ഇതെവിടെ ചെന്നെത്തുമോ? അവൻ്റെ വാക്കിലും മനസ്സിലും തുളുമ്പി നിന്ന ഉൾഭീതി ക്രമേണ ഷീബ മേരിയിലേക്കും പകർന്നു. അധ്യായം 39. ആൻഡപ്പൻ പീറ്റർ ഇറക്കിക്കൊടുത്ത 2 വള്ളത്തിൽ പോലീസ് ആലപ്പുഴ മുതൽ വടക്കോട്ട് കൊച്ചി വരെയുള്ള തീരക്കടലിൽ ചുറ്റിയടിച്ചു. വേഗം കൂട്ടാൻ വേണ്ടി ഓരോ വള്ളത്തിനും 2 എഞ്ചിൻ വീതം ഘടിപ്പിച്ചിരുന്നു. അറബിക്കടലിൻ്റെ അപാരതയിൽ അലയുന്ന ആയിരക്കണക്കിന് വള്ളങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വള്ളത്തെയോ ചെറുബോട്ടിനെയോ തിരിച്ചറിയുക പ്രയാസമായിരുന്നു. ചാകരയുള്ള കടപ്പുറങ്ങളിൽ വള്ളമടുപ്പിച്ച് അവിടെയുള്ള വള്ളക്കാരോട് ഇവിടെങ്ങാനും ഒരു ചെറുബോട്ട് വന്നോ, എവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്ന് ചോദിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഒരു ചെറിയ ബോട്ട് കൊച്ചി അഴിമുഖത്തേക്ക് പോകുന്നതായി കണ്ടുവെന്ന് ചെല്ലാനത്ത് നിന്ന് ചില മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വള്ളങ്ങൾ വൈപ്പിൻ വരെ പോയെങ്കിലും ഒന്നും കണ്ടെത്താനാകാതെ മടങ്ങി. രാത്രിയോടെ തിരിച്ചെത്തിയ പോലീസ് എമിലിയെയും ജാനറ്റിനെയും ആഞ്ചലോസിനെയും ചോദ്യം ചെയ്തു. ശൗരിക്കുട്ടിയെയും ഡെന്നിച്ചനെയും പിടികിട്ടാത്തതിൻ്റെ കൈത്തരിപ്പ് ആഞ്ചലോസിൻ്റെ മുതുകിലാണ് തീർത്തത്. ജാനറ്റിനെയും എമിലിയെയും വനിതാ പോലീസ് വേണ്ട പോലെ കൈകാര്യം ചെയ്തു. പോലീസ് കടലിലെ തെരച്ചിൽ നിർത്തിയെങ്കിലും ആൻഡപ്പൻ പീറ്ററും മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും വള്ളങ്ങൾ സംഘടിപ്പിച്ച് തീരക്കടലിൽ വടക്കോട്ട് മുനമ്പം വരെയുള്ള ഭാഗങ്ങളിലും
കൊച്ചിക്കായലിലും തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ മകളെ വീണ്ടെടുക്കണമെന്നായിരുന്നു ആൻ്റപ്പൻ പീറ്ററുടെ പിടിവാശി. പുലരും മുൻപേ തിരിച്ചു കിട്ടിയാൽ കൊണ്ടുപോയവൻ്റെ കയ്യിൽ നിന്ന് മാനത്തിന് കോട്ടം തട്ടാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ മകളെ മോചിപ്പിച്ചെടുത്തുവെന്ന് ആരുടെ മുൻപിലും അഭിമാനത്തോടെ പറയാം. ഒരു രാത്രി കഴിഞ്ഞാൽ കളം മാറി. ചെല്ലിക്കടപ്പുറത്തെ ഡെന്നിച്ചൻ കൂട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി കൂടെ കിടത്തിയ പെണ്ണാകും അവൾ. സമൂഹ മാധ്യമങ്ങളിൽ അവളുടെ മാർക്കറ്റ് വില കുത്തിനെ ഇടിഞ്ഞു താഴും. കൊല്ലപ്പറമ്പിൽ ആൻ്റപ്പൻ പീറ്ററുടെ അഹങ്കാരവും അഭിമാനവും ചുവടെ ഒടിഞ്ഞ കൊടിമരം പോലെ നിലം പതിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ആൻ്റപ്പൻ പീറ്ററും മക്കളും ബന്ധുക്കളും. ചെല്ലിക്കടപ്പുറത്തുള്ള ആളുകൾ ആകെ അങ്കലാപ്പിലായിരുന്നു. 10 കൊല്ലം മുൻപാണ് അവർ ശൗരിക്കുട്ടിയെ അവസാനമായി കണ്ടത്. അന്ന് അവൻ 14 വയസ്സുള്ള ബാലനായിരുന്നു. 10 വർഷത്തിന് ശേഷം അവൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക ആ വീട്ടിലെ സ്ത്രീകളല്ലേ? പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് എങ്ങനെയെല്ലാം ഉപദ്രവിക്കുമെന്ന് ആർക്കറിയാം? അക്കൂട്ടത്തിൽ യൗവനയുക്തിയായ ഒരു പെണ്ണുമുണ്ട്, ജാനറ്റ്. നാടും വീടും വിട്ട് എവിടെയോ പോയവൻ 10 വർഷത്തിന് ശേഷം തിരിച്ചെത്തുമ്പോൾ വീട്ടുകാർക്ക് അനുഗ്രഹമാവുകയാണോ വേണ്ടത്, അതോ ഉപദ്രവമാവുകയാണോ? ഡെന്നിച്ചൻ ഒരു പെണ്ണിനെ പ്രേമിച്ചെങ്കിൽ അതിൽ ശൗരിക്കുട്ടിക്ക് എന്തു കാര്യം? ഡെന്നിച്ചൻ ആഞ്ചലോസിൻ്റെ മകനാണെങ്കിൽ ശൗരിക്കുട്ടിയുടെ തന്ത വേറൊരുത്തനാണ്. അല്ലെങ്കിൽ തന്നെ ശൗരിക്കുട്ടി ഉത്തരവാദിത്വത്തോടെ ആദ്യം ചെയ്യേണ്ട കാര്യം അർദ്ധ സഹോദരന് പെണ്ണു പിടിച്ചു കൊടുക്കുകയാണോ? അതോ പുരനിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ മാന്യമായി കല്യാണം കഴിപ്പിച്ചയക്കുകയാണോ? എന്തായാലും അവൻ നിസ്സാരക്കാരനല്ല, തോമസ് ചേട്ടൻ അഭിപ്രായപ്പെട്ടു. അവനൊരു പുതിയ പിക്കപ്പില ആ പെണ്ണിനെ അടിച്ചോണ്ട് വന്ന്, എന്നിട്ട് അവളെയും കയറ്റിപ്പോയത് സ്പീഡ് ബോട്ടിലും. എനിക്ക് തോന്നണത് അവനുണ്ടല്ലോ ശൗരിക്കുട്ടി, അവൻ വരവറിയിച്ചതാണെന്നാ. എന്നാ പറഞ്ഞിട്ടെന്താ ചേട്ടാ കാര്യം? വീട്ടുകാരെല്ലാം പോലീസ് സ്റ്റേഷനിലായില്ലേ? അവന്മാർ രണ്ടും ഒളിവിലും. മനുഷ്യൻ്റെ കണ്ണും വെട്ടത്ത് ഇറങ്ങാൻ പറ്റുമോ? അവന്മാർ രണ്ടിനെയും എവിടെ കിട്ടിയാലും പോലീസ് പൊക്കത്തില്ലേ? കൊച്ചുകുന്നേൽ പൗലോസ് ചേട്ടൻ ചോദിച്ചു. അതിനും അവൻ എന്തെങ്കിലും മറുമരുന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ? തോമസ് ചേട്ടൻ മറുചോദ്യമിട്ടു. ഒന്നും കാണാതെ അവൻ ഇത്രയൊക്കെ ചെയ്യുവോ? കഴിഞ്ഞ 10 കൊല്ലത്തെ അവൻ്റെ ചരിത്രമൊന്നും നമുക്കറിയാൻ മേലല്ലോ. ഞാനുള്ള സത്യം പറയാം. വള്ളക്കാരൻ കുഞ്ഞച്ചൻ ഇടയ്ക്ക് കയറി. നമ്മളെപ്പോഴും നമ്മുടെ കരക്കാരുടെ കൂടെ നിന്നാൽ മതി. അർത്തുങ്കെന്ന അവന്മാർ വന്ന ഡെന്നിച്ചനെ തല്ലിയപ്പം നമ്മളാരും ചോദിക്കാനില്ലായിരുന്നു. ശൗരിക്കുട്ടി അതിന് പകരം വീട്ടി. അവൻ നമ്മുടെ കരക്കാരനാ, ആൻ്റപ്പൻ പീറ്ററല്ല നമ്മുടെ ആള്. അത് ശരിയാണെന്ന് മിക്കവർക്കും തോന്നി. അയൽക്കാരെല്ലാവരും ചേർന്ന് പരിക്കേറ്റ കുഞ്ഞന്നയെ ഇതിനകം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. SI ജോൺസൺ 11 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. കുളിച്ച് ഭാര്യ വിളമ്പിക്കൊടുത്ത അത്താഴം കഴിച്ച് കിടപ്പറയിലെത്തുമ്പോൾ മണി 12ആയി. അതിനിടയിൽ ഭാര്യ ജെസ്സിയോട് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട സംഭവം ചുരുക്കി പറഞ്ഞു. ആൻ്റപ്പൻ പീറ്ററുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടതും ജെസ്സി ഉഷാറായി. ഞാൻ കണ്ടിട്ടുണ്ട്, സുന്ദരിയാ. പള്ളിയിലൊക്കെ വരുമ്പം കാണാറുണ്ട്. അവളെ ആര് തട്ടിക്കൊണ്ടുപോയി? ചെല്ലിക്കടപ്പുറത്തെ ഒരുത്തൻ, പ്രീമിയർ കമ്പനിയിലെ ഡ്രൈവറാ. അതിന് തൊട്ടടുത്തല്ലേ ആൻ്റപ്പൻ്റെ വീട്. മതിലിനപ്പുറം ഇപ്പുറവും നിന്ന് കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയതാ. എന്നാലും വല്ലാത്ത ധൈര്യമാണല്ലോ. അവന് പണി കിട്ടും. പകലും അവനെ തപ്പി നടക്കുമായിരുന്നു, കടലിലും കരയിലും എല്ലായിടത്തും. എവിടെ മുങ്ങിയെന്നറിയില്ല. അവൻ ഒറ്റയ്ക്ക് ചെയ്തോ അതോ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനാണല്ലോ ഇപ്പം, ജെസ്സി ചോദിച്ചു. അവൻ്റെ അനിയൻ ഒരുത്തനുണ്ടായിരുന്നു. 10 വർഷം മുൻപ് നാടുവിട്ടു പോയവനാ ശൗരിക്കുട്ടി. അവനാണ് ഇതിൻ്റെയെല്ലാം സൂത്രധാരൻ. ജോൺസൺ സംഭവത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നൽകി. ജെസ്സിക്ക് അത് കേട്ട് ഹരം പിടിച്ചു. അവനാള് കൊള്ളാമല്ലോ. കേട്ടിട്ട് ഒരു ത്രില്ലിംഗ് സിനിമാ കഥ പോലിരിക്കുന്നു. അവന്മാരെ എൻ്റെ കയ്യിൽ കിട്ടും. നാളെ തന്നെ പൊക്കും ഞാൻ അവനെ. അവരൊളിവിലല്ലേ? എത്ര സമയം ഒളിവിലിരിക്കും? ഒരു പിക്കപ്പ്, ഒരു സ്പീഡ് ബോട്ട്, 2 ആണുങ്ങൾ, ഒരു പെണ്ണ്. ഇതൊന്നും പെട്ടിയിലിട്ട് അടച്ചുവെക്കാൻ പറ്റില്ലല്ലോ. ജോൺസൺ പകയോടെ പറഞ്ഞു. അവൻ്റെ വീട്ടുകാരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലടച്ചു. അവന്മാർക്ക് വരാതിരിക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയും പെങ്ങളുമാ ലോക്കപ്പിൽ. സംസാരിച്ചുകൊണ്ടിരിക്കെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു കുട്ടി ചിണുങ്ങിക്കരഞ്ഞു. ജെസ്സി എഴുന്നേറ്റ് അടുത്ത ബെഡ്റൂമിൽ ചെന്നു നോക്കി. കുട്ടികൾ 2 പേരും അവരവരുടെ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നു. മൂത്തവൾ ആൻ മരിയയ്ക്ക് ഉറക്കത്തിൽ കരച്ചിലും വർത്തമാനവുമുണ്ട്. ചിലപ്പോൾ എണീറ്റ് നടക്കുകയും ചെയ്യും. ജെസ്സി അവളുടെ കട്ടിലിലിരുന്ന് പതിയെ തലയിലൂടെ കൈയൊടിച്ചു. അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോന്നു. ബെഡിലിരുന്ന ശേഷം ലൈറ്റണച്ചു. അവൾ മനസ്സോടെ ഇറങ്ങിപ്പോയതാണെങ്കിൽ ഇനി പിടികിട്ടിയിട്ട് എന്താ കാര്യം? ജെസ്സി ചോദിച്ചു. നീ അത് വിട്ടില്ലേ?
ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കെട്ടിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും ആരായി? വെറും വിഡ്ഢികളോ? അവൾ അവനെ മതിയെന്ന് പറഞ്ഞ എന്തു ചെയ്യും? കോടതി കൊണ്ടു ചെല്ലുമ്പം അവൾ അങ്ങനെ പറഞ്ഞ വിട്ടുകൊടുക്കാനല്ലേ പറ്റൂ. അതിനു മുൻപ് അടിച്ച് അവൻ്റെ തണ്ടല് ഞാൻ ഒടിക്കും. അവളെ കോടതിയിലോട്ട് ആര് കൊണ്ടുപോണോ? നേരെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടും. വേണ്ടി വന്ന മുട്ടുകാല് തല്ലി ഒടിക്കും. അതിന് പോന്നവരാ ആ തന്തയും ആൺമക്കളും. ഇറച്ചുവെട്ടുകാരല്ലേടി. കൊണ്ടുപോയവൻ അവളെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് കോടതി പോയാലോ? അവൻ എണീറ്റ് നിന്നിട്ട് വേണ്ടേ കോടതി പോകാൻ? മതി, കിടന്നുറങ്ങാൻ നോക്ക്. SI ജോൺസൺ മുഷിഞ്ഞു. കണ്ണിൽ മയക്കം വന്ന് കണ്ണടഞ്ഞു വരുമ്പോഴേക്കും മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. ജോൺസൺ കണ്ണു തുറന്ന് തെല്ലു ദേഷ്യത്തിൽ ഭാര്യയെ നോക്കി. ഭാര്യയുടെ വായ്ക്കുമീതെ ഒരു ടേപ്പ് ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ജോൺസൺ നടുക്കത്തോടെ തൊട്ടപ്പുറത്ത് ഒരു ചലനത്തിലേക്ക് കണ്ണ് പായിച്ചു. ഒരു യുവാവ് ഡൈനിങ് റൂമിലെ കസേര തൂക്കിയെടുത്തുകൊണ്ടുവരുന്നു. അത് കട്ടിലിനരികെ വയ്ക്കുന്നു. അതിൻ്റെ പുറംഭാഗം മുൻപിലാക്കി അതിലിരിക്കുന്നു. ജോൺസൺ പിടഞ്ഞെഴുന്നേറ്റു. ഗുഡ് ഈവനിങ് സർ, ഞാൻ ശൗരി. യുവാവ് സ്വയം പരിചയപ്പെടുത്തി. ജോൺസൺ പെട്ടെന്ന് തലയണക്കീഴിലും കട്ടിലിനപ്പുറത്ത് ഷർട്ടും പാൻസും തൂക്കിയിടുന്ന ഡ്രസ് ഹോൾഡറിലും നോക്കി. പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ട്. ദാ. ശൗരി ഷർട്ടിനടിയിൽ നിന്ന് പിസ്റ്റൾ എടുത്തു. അത് ജോൺസന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ജോൺസൺ പെട്ടെന്നത് ശൗരിയുടെ നേർക്ക് ചൂണ്ടി. മണ്ടൻ. ശൗരി ചിരിച്ചു. ആരെങ്കിലും എന്നെ വെടിവെച്ചോ എന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ കയ്യിലോട്ട് തോക്ക് കൊടുക്കൂ സർ. ജോൺസൺ തോക്ക് നോക്കി. തൻ്റേത് തന്നെയാണ്. ഹോൾസ്റ്ററിലാണ് ഇട്ടിരുന്നത്. അതിനകത്ത് ഉണ്ടയില്ല സർ. ജോൺസണ് കാര്യം മനസ്സിലായി. എന്നെ പിടികിട്ടാൻ വേണ്ടിയാണല്ലോ സാർ എൻ്റെ വീട്ടുകാരെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്. ഞാനിതാ സാറിൻ്റെ മുൻപിലിരിക്കുന്നു. ഇനി ഞാനിവിടുന്ന് പോകാതെ നോക്കേണ്ടത് സാറിൻ്റെ ചുമതലയാ അല്ലേ? ജോൺസൺ ഭാര്യയെ നോക്കി. ജെസ്സി എന്തുകൊണ്ടാണ് എണീക്കാത്തതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവൾക്ക് നിഷ്പ്രയാസം വായിലൊട്ടിച്ചിരിക്കുന്ന ടേപ്പ് വലിച്ചു പറിച്ചു കളയാം. എന്നിട്ട് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കാം. അതൊന്നും അവൾ ചെയ്യുന്നില്ല. അവളുടെ വലതു കൈ അവളുടെ മുതുകിനടിയിലാണ്. മറ്റേ കൈ അവളുടെ പിൻകഴുത്തിലും. കൈ കെട്ടിയിട്ടില്ല എന്നതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. സാറേ, കൈ രണ്ടും ഞാനങ്ങനെ വെച്ചിരിക്കുന്നതാ. ഇനി അത് എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്നുവെച്ച് വേദനയൊന്നുമില്ല. അനങ്ങാതിരുന്നാൽ മതി. സുഖമാ. ശൗരി പറഞ്ഞു. ഞാനിപ്പോൾ വന്നത് സത്യം പറഞ്ഞ ഒരു സന്ധി സംഭാഷണത്തിനാ. സാറിന് എന്നോട് ഒരു വിരോധവുമില്ലെന്ന് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സാറിനെ ഒരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ലല്ലോ. സാറിനോട് എനിക്കാ വിരോധം. എൻ്റെ ചേട്ടനെ ആ ആൻ്റപ്പൻ പീറ്ററുടെ ആളുകൾ വന്ന് കടപ്പുറത്തിട്ട് തല്ലിയപ്പോൾ സാറ് അവർക്കെതിരെ കേസെടുത്തില്ല. പകരം എൻ്റെ ചേട്ടനെ ഉപദ്രവിക്കാൻ നോക്കുകയാ ചെയ്തേ. അതെല്ലാം നമുക്കിവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. ഇപ്പം സാറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ ലോക്കപ്പിൽ നിന്ന് വിടണം. വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യുമിട റാസ്കൽ? SI കട്ടിലിൻ്റെ മറുവശത്തേക്ക് ചാടി എഴുന്നേറ്റു. ഞാൻ പലതും ചെയ്യും സാറേ. ഞാനിങ്ങനെ കൂളായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാർ ആദ്യമേ മനസ്സിലാക്കണം. 1, എനിക്ക് സാറിനെ പേടിയില്ല. 2, എന്നോട് ഗുസ്തു പിടിക്കാൻ വന്ന സാറ് തോറ്റുപോകും. 3, ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോകാമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ സാറ് ഒരുറപ്പുമില്ലാതെയാ എണീറ്റ് നിന്ന് മസിൽ പെരുപ്പിക്കണത്. ജോൺസൺ ഇടതു കൈകൊണ്ട് പരതി മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്തു. ഒളിച്ചെടുക്കണ്ട, നേരെ തന്നെ എടുത്തോ. എന്നിട്ട് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറ ശൗരിക്കുട്ടിയെ കിട്ടി. ഇനി അവൻ്റെ വീട്ടുകാരെ വിട്ടയച്ചേക്കാൻ ശൗരി നിർദ്ദേശിച്ചു. ജോൺസൺ ഫോണിൻ്റെ പാഡ്ലോക്ക് മാറ്റി. പറയുന്ന വാക്കൊന്നും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയ സാറ് 2 അക്ഷരം തികച്ചു പറയുന്നതിന് മുൻപ് സാറിൻ്റെ 2 പല്ല് കൊഴിയും. ശൗരി മുന്നറിയിപ്പ് നൽകി. ജോൺസൺ ഫോൺ മുഖത്തിന് നേർക്ക് കൊണ്ടുവന്നു. പെട്ടെന്നൊരു വെളിച്ചം മിന്നി. 1 സെക്കൻഡ് നേരത്തേക്ക് ശൗരിക്കുട്ടിയുടെ കണ്ണഞ്ചിപ്പോയി. സാറ് ഒന്നും പറയണ്ടേ? ഞാൻ നല്ലപോലെ നിന്നു തരുമല്ലോ ഫോട്ടോ എടുക്കാൻ. ശൗരി എഴുന്നേറ്റ് നിന്നു. സാറ് എത്ര വേണമെങ്കിലും എടുത്തോ. ഇത് നല്ല കളി. ഫോട്ടോ എടുക്കുന്നതിന് എനിക്കെന്താ? നമുക്ക് 2 പേർക്കും കൂടെ നിന്ന് വേണമെങ്കിൽ ഒരു സെൽഫിയും കൂടി എടുക്കാം. ജോൺസൺ തൻ്റെ മുഖം മറയ്ക്കുന്ന ആംഗിളിൽ ഫോൺ പിടിച്ചിട്ട് ഇടംബലം ഏറ് കണ്ടിട്ട് നോക്കി. അടുത്ത ക്ഷണം ഒറ്റ കുതിപ്പിന് ബാത്റൂമിൽ കിടന്ന് വാതിലടച്ചു. തൻ്റെ ദേഹത്തിനു മീതെ ഒരു മൃഗം വായുവിൽ കൂടി നീന്തിപ്പോയതുപോലെയാണ് ജെസ്സിക്ക് തോന്നിയത്. കാതടപ്പിക്കുന്ന ഒരൊച്ച. ജെസ്സി കൺകോണിലൂടെ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ പറിഞ്ഞുപോയി ജോൺസന്റെ ദേഹത്തടിക്കുന്നതും ചവിട്ടിയ കാൽ ശൗരി പിൻവലിക്കുന്നതുമാണ് കണ്ടത്. എല്ലാം നിമിഷാർദ്ധം കൊണ്ട് കഴിഞ്ഞു. ജെസ്സി ഒന്ന് കണ്ണടച്ചു തുറന്നു. ബാത്റൂമിന് വാതിലില്ല. ജോൺസന്റെ നെറ്റിപ്പൊട്ടി ചോരച്ചാലുകൾ ഒഴുകുന്നുണ്ട്. ഫോൺ കയ്യിലില്ല. ശൗരി ഒന്നും സംഭവിക്കാത്തതുപോലെ വാതിൽക്കൽ നിൽപ്പുണ്ട്. താഴെ വീണുകിടന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ മീതെ
ഓരോ ചോരത്തുള്ളി വീഴുമ്പോഴും സ്ക്രീൻ മാറി മാറി വന്നു. ശൗരിക്കുട്ടി കൈനീട്ടി ടവലെടുത്തു. ചോരയൊപ്പാൻ വേണ്ടി ജോൺസണ് കൊടുത്തിട്ട് പറഞ്ഞു, സോറി, ഇത്രയും വിചാരിച്ചില്ല. ജോൺസൺ നെറ്റിയിലെ ചോര ഒപ്പിയിട്ട് പതിയെ ഓരോ ചുവട് പിന്നോട്ട് മാറി. ഇളകി പറഞ്ഞുപോയ ഫൈബർ ഡോർ ആരോ ചാരി വെച്ചതുപോലെ ചുമരിനരികിലിരിപ്പുണ്ടായിരുന്നു. ചോരയൊപ്പിയ ടവൽ വിരിക്കാനെന്ന പോലെ ടവൽ ഹോൾഡറിന് നേർക്ക് തിരിഞ്ഞ ജോൺസൺ ആഞ്ഞു വലിച്ച് അത് ഇളക്കിയെടുത്തു. സ്റ്റീൽ ടവൽ ഹോൾഡർ ശൗരിക്കുട്ടിക്ക് നേരെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് അയാൾ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി. സാറേ, അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, വെറുതെ സമയം കളയല്ല. ജോൺസൺ ശൗരിക്കുട്ടിയുടെ മുഖത്തിന് നേർക്ക് ടവൽ ഹോൾഡർ ആഞ്ഞു വീശി. ശൗരി ഒരു പൂച്ചയെപ്പോലെ ഒഴിഞ്ഞ് ഇടതു കൈകൊണ്ട് അടിതടുത്ത് ടവൽ ഹോൾഡറിൽ പിടിച്ചിട്ട് ജോൺസന്റെ താടിയെല്ലിന് പാകത്തിൽ വലതു കൈ ചുരുട്ടി ഒരിടിയടിച്ചു. അടുത്ത ക്ഷണത്തിൽ ബോക്സിംഗ് ഗോതയിൽ വീഴും പോലെ ജോൺസൺ കുഴഞ്ഞു വീണു. ശൗരി എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 10 വരെ എണ്ണിയിട്ടും ജോൺസൺ തലപൊക്കിയില്ല. ശൗരി കുനിഞ്ഞ് ജോൺസന്റെ ഫോൺ എടുത്ത് അതിൽ വീണ ചോരത്തുള്ളികൾ ടവൽ കൊണ്ട് തുടച്ചു മാറ്റി. അത് പോക്കറ്റിലിട്ട ശേഷം ക്ലോസറ്റിന്റെ വലതുവശത്തുള്ള ഹോസ് എടുത്ത് ജോൺസന്റെ മുഖത്തേക്ക് വെള്ളം ചീറ്റിച്ചു. ഏതാനും സെക്കൻഡുകൾക്കകം ജോൺസൺ കണ്ണു തുറന്നു. ശൗരിക്കുട്ടി ഹോസ് യഥാസ്ഥാനത്ത് വെച്ചിട്ട് ജോൺസന്റെ നേർക്ക് കൈനീട്ടി. എണീറ്റു വാ സാറേ. ജോൺസൺ സ്ഥലകാലബോധം ശരിക്കും കിട്ടാത്തതുപോലെ ശൗരിക്കുട്ടിയെ തുറിച്ചു നോക്കി. സാറേ, മത്സരം ആദ്യ റൗണ്ടിൽ തന്നെ കഴിഞ്ഞു. ഞാൻ തന്നെ എന്നെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. സാറ് തോറ്റുപോയി. എണീറ്റു വാ. ജോൺസണ് പരസഹായമില്ലാതെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അയാൾ നീട്ടിയ കൈയിൽ ശൗരിക്കുട്ടി പിടിച്ചു. 5 ഉരുക്കുകമ്പികൾ തൻ്റെ വിരലുകളെ ചുറ്റിയതുപോലെയാണ് ജോൺസണ് തോന്നിയത്. നിവർന്ന് എണീക്കാൻ അയാൾക്ക് ഒട്ടും ആയാസം വേണ്ടി വന്നില്ല. ഒറ്റ കൈകൊണ്ട് ശൗരിക്കുട്ടി അയാളെ ഉയർത്തി നേരെ നിർത്തി. സാറാ വാഷ് ബേസിനിലോട്ട് തുപ്പിയാട്ടെ, ശൗരിക്കുട്ടി പറഞ്ഞു. ജോൺസന്റെ കടവായിലൂടെ ചോരത്തുള്ളി വരുന്നുണ്ടായിരുന്നു. താടിയും കവിൾത്തടവും മരവിച്ചിരുന്നതിനാൽ അയാളതൊന്നും അറിഞ്ഞില്ല. ജോൺസൺ വാഷ് ബേസിനിലേക്ക് കുനിഞ്ഞു തുപ്പി. കൊഴുത്ത ചോര. ശൗരി ടാപ്പ് തുറന്നുവിട്ട് അത് ഒഴുക്കിക്കളഞ്ഞു. ഇത്തിരി വെള്ളം പിടിച്ച് വാ കഴിയിക്കോ സാറേ. ജോൺസൺ വായിൽ വെള്ളം പിടിച്ചു തുപ്പി. കഠിനമായ വേദന കാരണം കുലുക്കുഴിയാൻ സാധിച്ചില്ല. 2 or 3 പല്ലിന് ഇളക്കം കാണും. നാളെ തന്നെ ഒരു ദന്താശുപത്രി പോയി എന്താന്ന് വെച്ചാൽ ചെയ്തേക്കണം, ശൗരിക്കുട്ടി പറഞ്ഞു. എനിക്ക് ഇളക്കാനല്ലാതെ ഉറപ്പിക്കാൻ അറിയത്തില്ല. ശൗരി തന്നെ രക്തം പുരണ്ട ടവലെടുത്തു കൊടുത്തു. ജോൺസൺ മുഖമൊപ്പി. ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. എന്നാലും പോട്ടെ, സാറ് വാ. ശൗരി തോളത്ത് കൈവച്ച് പിടിച്ചുകൊണ്ട് ജോൺസനെ ബെഡ്റൂമിലേക്ക് തിരികെ കൊണ്ടുവന്നു. പരിഭ്രാന്തിയായി നോക്കിക്കൊണ്ട് കിടന്ന ജെസ്സിയോട് ശൗരി പറഞ്ഞു, പേടിക്കാനൊന്നുമില്ലെന്നേ. ജോൺസനെ കട്ടിലിലിരുത്തിയിട്ട് ശൗരി ഫോണെടുത്തു കൊടുത്തു. സാറ് സ്റ്റേഷനിലോട്ട് വിളിച്ചാട്ടെ. ഇപ്പം തന്നെ കുറേ ലേറ്റായി. എൻ്റെ അമ്മയും പെങ്ങളും വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ജോൺസൺ ഫോണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അധ്യായം 40. ശൗരിക്കുട്ടി ജോൺസന്റെ താടിക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, സാറെന്താ ആലോചിക്കുന്നേ? ജോൺസന് താടിയെല്ല് പൊട്ടിയതുപോലൊരു വേദനയുണ്ടായി. അയാൾ ഒരു നായ്ക്കുട്ടിയെപ്പോലെ ഞരങ്ങി. സോറി, താടിയെല്ല് ഇളകിയിരിക്കുവെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ശൗരിക്കുട്ടി താടിയിൽ നിന്ന് കൈയെടുത്തു. വിട്ടേക്കാൻ പറ സാറേ, ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യ. സാർ ഇതുവരെ ചെയ്തതെല്ലാം പോക്കൃത്തരങ്ങളാ. എൻ്റെ ചേട്ടനുണ്ടല്ലോ ഡെന്നിച്ചൻ, എന്നേക്കായാലും 2 വയസ്സിന് മൂത്തതാ, 26 വയസ്സ്. ചേട്ടനൊരു പെണ്ണിനെ പ്രേമിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ? സാറ് പറ. ജോൺസൺ മിണ്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഇവനെ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു അയാൾ. ഒറ്റ ദിവസം ലോക്കപ്പിൽ കിട്ടിയാൽ മതി. പിന്നെ ജീവിതത്തിലൊരിക്കലും ഇവൻ എണീറ്റ് നിവർന്നു നിൽക്കില്ല. ഈ ഒരു രാത്രി കഴിഞ്ഞു കിട്ടിയാൽ ഇവൻ ഈ ആലപ്പുഴ ജില്ലയിലുണ്ടെങ്കിൽ ജോൺസൺ പൊക്കിയിരിക്കും. ജോൺസൺ കണ്ണും വയ്ക്കാതെ തുറച്ചു നോക്കുന്നത് കണ്ട് ശൗരിക്കുട്ടി പിന്നെയും അയാളുടെ താടിക്ക് പിടിച്ചു കുലുക്കി. സാറേ, സാറിൻ്റെ കിളി പോയോ? ജോൺസൺ കഠിനവേദന കൊണ്ട് പിന്നെയും ഞരങ്ങി. സോറി, ഞാൻ പിന്നെയും മറന്നു. ശൗരിക്കുട്ടി പിടിവിട്ടു. ഒരൊറ്റ ഇടിമതി ഇവനെ നിലംപരിശാക്കാൻ, ജോൺസൺ വിചാരിച്ചു. ഒന്നുകിൽ മൂക്കിന്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക്. അതിന് ഉന്നം നോക്കിക്കൊണ്ട് അയാൾ മൊബൈലിൽ പോലീസ് സ്റ്റേഷനിലെ നമ്പർ തിരഞ്ഞു. ഇടിക്കാൻ വേണ്ടി കൈ ചുരുട്ടിവെച്ചു. നമ്പർ തിരയുന്നതിനിടയിൽ മുന്നോട്ടാഞ്ഞതും ശൗരിക്കുട്ടിയുടെ മൂക്കിന് നേരെ ഇടിച്ചതും ഒപ്പം കഴിഞ്ഞു. കസേരയുടെ ചാരുന്ന ഭാഗം മുന്നിലാക്കിയിട്ട് അതിലിരുന്ന ശൗരി നൊടിയിടയിൽ എണീൽക്കലും കസേര ഉയർത്തലും ഒപ്പം കഴിഞ്ഞു. ബലം കുറഞ്ഞ പ്ലാസ്റ്റിക് അഴികൾ പൊളിച്ചുകൊണ്ട് ജോൺസന്റെ കൈ കസേരയ്ക്കിപ്പുറം വന്നു. പൊട്ടിക്കേറിയ പ്ലാസ്റ്റിക് അരികുകൾ ജോൺസന്റെ മുഷ്ടിയിലും കൈത്തണ്ടയുടെ പാതി വരെയും രക്തരേഖകൾ കോറിയിട്ടു.
കസേരയിൽ ഇടിച്ചു കയറി കുടുങ്ങിയ മുഷ്ടി തിരിച്ചെടുക്കാൻ ജോൺസണ് എളുപ്പമായിരുന്നില്ല. ശൗരി കസേരയിൽ തിരികെ ഇരുന്നിട്ട് ചോദിച്ചു, സഹായിക്കണോ? ജോൺസൺ ഒന്നും മിണ്ടാതെ മുഷ്ടി നിവൃത്തിയും മറ്റും കൈ കസേരയിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചു. ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട സാറേ. ശൗരിക്കുട്ടി കൈപ്പത്തി കൊണ്ട് ആ മുഷ്ടിയിൽ ഒറ്റയടിയടിച്ചു. കസേര പൊളിഞ്ഞ ദ്വാരത്തിലൂടെ തന്നെ ജോൺസന്റെ കൈ തിരികെ ഊരിപ്പോയി. അപ്പോഴും കുറെ ചോരപ്പോറലുകളുണ്ടായി. സാറേ, ക്ഷമയ്ക്കും ഒരതിരില്ലേ? സാറ് സ്റ്റേഷനിലോട്ട് വിളി. ഇല്ലെങ്കിൽ സാറിപ്പം എന്നെ ഇടിക്കാൻ ഉദ്ദേശിച്ച ഇടി ഞാൻ തിരിച്ചിടിക്കും. ജോൺസൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. മറുവശത്ത് ഹലോ ശബ്ദം കേട്ടപ്പോൾ ജോൺസൺ ചോദിച്ചു, ASI റോബർട്ടുണ്ടോ? ഉണ്ട് സാറേ. ഫോൺ കൊടുക്ക്. നിമിഷങ്ങൾക്കകം റോബർട്ട് ലൈനിൽ വന്നു. സാർ ഇതുവരെ കിടന്നില്ലേ? ഇല്ല. റോബർട്ട്, ഒരു കാര്യം ചെയ്യണം. ആ എമിലിയുടെ വീട്ടുകാരെയൊക്കെ വിട്ടേക്ക്. സാറേ, അവരെ 3 പേരെയും വിടണോ? ആ 3 പേരെയും വിട്ടേക്ക്. സാറ് തന്നെയല്ലേ പറഞ്ഞത് മറ്റവനെ കിട്ടാതെ വിടരുതെന്ന്? കുഴപ്പമില്ല, അവനെവിടെയുണ്ടെന്ന് വിവരം കിട്ടി. ശൗരി എഴുന്നേറ്റ് കൈനീട്ടി ഫോൺ വാങ്ങി. എന്നിട്ട് ഫോണിൽ കൂടി പറഞ്ഞു, ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ വന്ന് കീഴടങ്ങി. നാളെ കോടതിയിലോട്ട് ഹാജരാക്കും. സാറിന് ഞാൻ ഇഷ്ടം പോലെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ വീതം കിട്ടും. അതിനുശേഷം ശൗരി ഫോൺ മാറ്റിപ്പിടിച്ചിട്ട് ജോൺസണോട് പറഞ്ഞു, അവരെ ഇനി നുള്ളി നോവിച്ചേക്കരുതെന്നുകൂടി പറഞ്ഞേക്ക്. വീട്ടിൽ കൊണ്ടുവിടാൻ പറയണേ. ജോൺസന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത ശേഷം ശൗരിക്കുട്ടി ചാരിയിരുന്നു. റോബർട്ടെ, അവരെ ഇനി ഉപദ്രവിക്കല്ലേ. ജീപ്പിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവിടണം, ജോൺസൺ പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടോ സാറേ? ഇവിടെ വിട്ടാ പോരെ? റോബർട്ടിൻ്റെ ചോദ്യം വന്നു. സമയം ഒരുപാടായില്ലേ? അസമയത്ത് പുറത്തിറക്കി വിട്ടിട്ട് അവർക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ? പോരെങ്കിൽ 2 പെണ്ണുങ്ങളില്ലേ? ശരി സാർ. ശൗരിക്കുട്ടി ജോൺസന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച പോലെ വാങ്ങി അത് ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. ഇനി നമുക്ക് സംസാരിക്കാം. സാറൊരു മനുഷ്യൻ, ഞാനും ഒരു മനുഷ്യൻ. അങ്ങനെ കണക്കാക്കി സംസാരിക്കാം. എൻ്റെ ചേട്ടനാ ഡെന്നിച്ചൻ. പ്രായം 10-26 കഴിഞ്ഞു. ഒരു പെണ്ണിനെ പ്രേമിക്കാനുള്ള അവകാശം പ്രായപൂർത്തിയായ ഏതൊരുത്തനുമില്ലേ? അതിൽ തെറ്റുണ്ടോ സാറേ? അതിലൊന്നും തെറ്റില്ല. ആ പെൺകുട്ടി തിരിച്ചു പ്രേമിച്ചതിൽ തെറ്റുണ്ടോ? അതിലും തെറ്റു പറയാനില്ല. തെറ്റുണ്ടെങ്കിൽ നമ്മളത് നിരോധിക്കണം. പ്രേമം നിരോധിച്ചിട്ടില്ലല്ലോ. ഇല്ല. അതിൻ്റെ പേരിൽ അവളുടെ വീട്ടുകാർ കുറേ ആളുകളുമായി വന്ന് എൻ്റെ ചേട്ടനെ തല്ലി. അതിൻ്റെ പേരിൽ സാറിന് പരാതിയും തന്നു. സാറ് കേസെടുത്തില്ല, അന്വേഷിച്ചില്ല. സാറ് തല്ലിയവരുടെ പക്ഷത്തായിരുന്നു അല്ലേ സാറേ? സാറ് കാശും ശക്തിയും സ്വാധീനവുമുള്ളവരുടെ പക്ഷമായിരുന്നു, ശരിയല്ലേ? എനിക്ക് തോന്നി ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗമാ ശരിയെന്ന്. ജോൺസൺ പറഞ്ഞു. അവർ വളർത്തിക്കൊണ്ടുവന്ന മകളല്ലേ? വളരെ നല്ല നിലയിൽ ജീവിക്കേണ്ടവളല്ലേ? അവൾ നല്ലപോലെ പഠിച്ചവളാ. എവിടെങ്കിലും നല്ല ഉദ്യോഗം കിട്ടും. അങ്ങനെയുള്ള പെണ്ണിനെ ഒരു ഡ്രൈവറാണോ കല്യാണം കഴിക്കേണ്ടത്? അവനെന്തുണ്ട് വിദ്യാഭ്യാസ യോഗ്യത? സാറേ, അവളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കണ്ടേ? അവൾക്ക് ഡെന്നിച്ചനെ മതി. പിന്നെന്താ പ്രശ്നം? അവളല്ലേ ജീവിക്കേണ്ടത്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നൊക്കെ അവൾക്കറിയാം. അവൾ അതിന് തയ്യാറാണല്ലോ. പക്ഷെ വളർത്തിയ മാതാപിതാക്കൾക്ക് സ്വന്തം മോള് നല്ല നിലയിൽ ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? സാറേ, അവർ നല്ല നിലയിൽ ജീവിക്കും. സാറ് നോക്കിക്കോ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായി എന്ന് വെച്ച് അവൾക്ക് ഒരു കുറവും വരില്ല. വീട്ടുകാരുടെ അനുമതിയില്ലാതെ? സാറേ, വീട്ടുകാരുടെ അനുമതിയില്ലാത്ത കല്യാണങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ? നിരോധിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ആരൊക്കെ എതിർത്താലും ശരി, പ്രായപൂർത്തി വന്ന ചെറുക്കനും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ നിയമവും കോടതിയും സമ്മതിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനൊക്കെ പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാ ഇപ്പം ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തടസ്സം എൻ്റെ ചേട്ടന് ആ പെണ്ണിൻ്റെ ഒപ്പം സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നുള്ളതല്ലേ? അത് ഞാൻ മാറ്റിക്കോളാം. രണ്ടാമത്തെ തടസ്സം പണവും സ്വാധീനവും ഉള്ളവരോടാണ് പോലീസിന് കൂറ്, അത്താഴ പട്ടിണിക്കാരോടല്ല. പക്ഷേ പോലീസ് എന്തിനു വേണ്ടിയാ? പണവും അധികാരവും ശക്തിയുമുള്ളവർ പാവങ്ങളെ ദ്രോഹിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ എല്ലാവരും മറിച്ചല്ലേ സാറേ ചെയ്യുന്നേ? ലോകത്തെല്ലായിടത്തും അങ്ങനാ, ഇവിടെ മാത്രമല്ല. അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ഡെന്നിച്ചൻ്റെ കല്യാണമങ്ങ് നടത്തും. എന്നിട്ടിങ്ങോട്ട് തന്നെ വരും. സാർ, അവരെ ഉപദ്രവിക്കരുത്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ഞാനും ഇങ്ങ് തിരിച്ചു വരുക. എനിക്കും ജീവിക്കണ്ടേ? ശൗരിക്കുട്ടി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ജോൺസന്റെ ഭാര്യയെ നോക്കി. ഈ സാറിന് നിങ്ങളും കൂടി ചേർന്ന് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടികളില്ലേ? അവരെ വളർത്തണ്ടേ നിങ്ങൾക്ക്? സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ഭീഷണിപ്പെടുത്തലാണെന്ന് വിചാരിക്കല്ല. ഞാനാണെങ്കിൽ ഒന്ന് ചത്തിട്ട് തിരിച്ചു വന്നവനാ.
എനിക്ക് നിങ്ങളോട് ഒരു ശത്രുതയുമില്ല. പക്ഷേ പൈസയും സ്വാധീനവും ശക്തിയുമുള്ളവൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാകും. ഇന്ന് രാത്രി എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് നാളെ പകല് പിടിച്ചോണ്ട് വരാമെന്ന് വിചാരിക്കല്ല. മറ്റന്നാൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ജെസ്സി ഭീതിയോടെ ശൗര്യക്കുട്ടിയെ നോക്കിക്കൊണ്ട് കിടന്നു. സാറേ, ഞാൻ ഒത്തിരി അനുഭവിച്ചു. ശൗര്യക്കുട്ടി ആരാന്ന് ചെല്ലിക്കടപ്പുറത്ത് ചെന്ന് സാറ് ഒതുക്കത്തിൽ ചോദിച്ചു നോക്കണം. അന്നേരം കിട്ടുന്ന മറുപടിയാ ഈ നിൽക്കുന്ന ഞാൻ. കുറേ കണക്കുകളൊക്കെ തീർക്കാൻ വേണ്ടിയാ സാറേ തിരിച്ചു വന്നേക്കണത്. ജോൺസണ് ഒരു പ്രത്യാക്രമണം നടത്തി ശൗര്യക്കുട്ടിയെ കീഴടക്കാമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതിനാൽ എതിർത്ത് ഒന്നും പറഞ്ഞില്ല. സാറേ, സാറിന് ഈ ഒരു ചെറിയ ഏരിയ മാത്രമേ അധികാരത്തിലുള്ളൂ. ശൗര്യക്കുട്ടിയുടെ ഏരിയ ഇങ്ങ് ചെല്ലിക്കടപ്പുറം മുതൽ ആന്ധ്ര വരെ നീണ്ടു പരന്നു കിടക്കുക. സാറ് വീട്ടുകാരെ ഞാനില്ലാത്തപ്പോൾ തോണ്ടിയ, സാറില്ലാത്തപ്പോൾ വന്ന് ഞാൻ സാറിൻ്റെ വീട്ടുകാരെയും തോണ്ടും. ഒരണ്ടർസ്റ്റാൻഡിലങ്ങ് പോകുന്നതാ സാറിനും നല്ലത്, എനിക്കും നല്ലത്. ശൗര്യക്കുട്ടി ജെസ്സിയുടെ ശരീരത്തിനടിയിലുണ്ടായിരുന്ന കൈ പിടിച്ച് നേരെയാക്കി. കഴുത്തിന് പിന്നിൽ പിടിപ്പിച്ചിരുന്ന കൈയും പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു. എഴുന്നേക്കാൻ പറ്റുമെന്ന് നോക്ക്, ശൗര്യക്കുട്ടി പറഞ്ഞു. ജെസ്സി എഴുന്നേറ്റിരുന്നു. വായിലൊട്ടിച്ച ടേപ്പും ശൗര്യക്കുട്ടി ഇളക്കിക്കളഞ്ഞു. കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, ജെസ്സി പറഞ്ഞു. ശൗര്യക്കുട്ടി ജോൺസന്റെ ഫോണെടുത്ത് ഓൺ ചെയ്തു. മുൻപ് വിളിച്ച നമ്പറിലേക്ക് കോൾ വിട്ടിട്ട് ജോൺസനെ നോക്കി. ഞാനെങ്ങനെ അൺലോക്ക് ചെയ്തെന്നല്ലേ? സാറിൻ്റെ പാസ്വേഡൊക്കെ ഇനി മാറ്റിക്കോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹലോ കേട്ടപ്പോൾ ശൗര്യക്കുട്ടി പറഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാമേ, ഒന്ന് ഹോൾഡ് ചെയ്തേക്ക്. ശൗര്യക്കുട്ടി ഫോൺ ജോൺസന്റെ കയ്യിൽ കൊടുത്തു. അവരെ വിട്ടയച്ചോന്ന് ചോദിക്ക്. ജോൺസൺ ഫോൺ വാങ്ങി. റോബർട്ടെ, അവരെ വിട്ടോ? അപ്പോഴേ വിട്ടു സാറേ. ജീപ്പിൽ കയറ്റി ചെല്ലിക്കടപ്പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മറുപടി വന്നു. മതിയെന്ന് ശൗര്യക്കുട്ടി ആംഗ്യം കാണിച്ചു. വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി. ജോൺസൺ പറഞ്ഞു തീർന്നതും ശൗര്യക്കുട്ടി ഫോൺ വാങ്ങി. അതിൻ്റെ സെറ്റിംഗ് എടുത്ത് മറ്റൊരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് ജെസ്സിയുടെ കയ്യിൽ കൊടുത്തു. ജെസ്സിയുടെ ഫോൺ കട്ടിലിന് പുറകിലെ വാതിലില്ലാത്ത അലമാരത്തട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ജെസ്സിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലോക്ക് മാറ്റിത്താ. ജെസ്സി അതിൻ്റെ ലോക്ക് മാറ്റി. ശൗര്യക്കുട്ടി അതിനും മറ്റൊരു പാസ്വേഡ് ലോക്കിട്ടു. അതും തിരിച്ചു കൊടുത്തു. രണ്ടിൻ്റെയും പാസ്വേഡ് ഞാൻ നാളെ പറഞ്ഞു തരാം. ഇപ്പോൾ ആരെയും വിളിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. ശൗര്യക്കുട്ടി പോകുന്നതിന് മുൻപ് ജോൺസന്റെ താടി പിടിച്ചുയർത്തി. ജോൺസൺ വേദന കൊണ്ട് ഞരങ്ങി. ഞാൻ സാറിനെ പേടിച്ച് ഒളിച്ചിരിക്കാൻ പോവുമല്ല. എൻ്റെ ചേട്ടനെയും കൂടെയുള്ള പെണ്ണിനെയും സാറിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അന്നേരം സാറവരെ കോടതിയിലോട്ട് എത്തിച്ചേക്കണം. കോടതി ചോദിക്കുമ്പം പെണ്ണ് അവൾക്കിഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ. അതല്ലേ നല്ലത്. എന്നാൽ ഞാൻ ഇറങ്ങുക. ശൗര്യക്കുട്ടി നടന്ന് വാതിൽക്കലെത്തി തിരിഞ്ഞു നിന്നു. സാറേ, സാറ് എനിക്കെതിരെ എന്തു ചെയ്താലും ഭാര്യയോടും കൂടി ചോദിച്ചിട്ടേ ചെയ്യാവൂ. കാരണം അതിൻ്റെ ബാക്കി അനുഭവിക്കേണ്ടത് ഭാര്യയും പിള്ളേരുമാ. പോട്ടെ. ശൗര്യക്കുട്ടി വാതിൽ കടന്ന് അപ്രത്യക്ഷനായി. ജോൺസൺ ഉടനടി ജെസ്സിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കോൾ ചെയ്യാൻ ശ്രമം നടത്തി. അതിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റിയില്ല. ജെസ്സിയുടെ ഫോണിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. എന്തിനാ? ജെസ്സി ചോദിച്ചു. സ്റ്റേഷനിലും സർക്കിളിനോടും വിളിച്ചു പറയാനാ. വേണ്ട, ജെസ്സി എതിർത്തു. ജോൺസൺ അത് വകവയ്ക്കാതെ ലാൻഡ് ഫോൺ എടുത്തു. അതിൻ്റെ റിസീവറിൽ നിന്നുള്ള കേബിൾ മുറിഞ്ഞു കിടക്കുന്നത് കണ്ട് ജോൺസൺ നിരാശനായി ബെഡിലേക്ക് തന്നെ ഇരുന്നു. അധ്യായം 41. കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള വാർഡിലായിരുന്നു കുഞ്ഞന്ന. അവരെ വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ യോഗ്യതയുള്ള ഡോക്ടർ ഉണ്ടായിരുന്നില്ല. മെഡിസിന് പഠിക്കുന്നതും ഹൗസ് സർജൻസ് ചെയ്യുന്നതുമായ വിദ്യാർത്ഥികളാണ് അവിടെ രാത്രിയിൽ ഡോക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. കുഞ്ഞന്നയുടെ കൈക്ക് പൊട്ടലുണ്ടായിരുന്നതിനാൽ ഇനി നാളെ അസ്ഥിരോഗ വിദഗ്ധൻ വന്നിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. കൈത്തണ്ടയിൽ നീരും വേദനയും അധികരിച്ച് കുഞ്ഞന്ന സദാ ഞരങ്ങിക്കൊണ്ട് കിടന്നു. മറിയമ്മ അരികെ ഒരു സ്റ്റൂളിൽ ഉറക്കം തൂങ്ങിയിരിപ്പുണ്ട്. കുഞ്ഞന്നയ്ക്ക് അതിശക്തമായ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞതിനാൽ ഡ്യൂട്ടി റൂമിലുള്ളവർ പോലും മയക്കത്തിലായിരുന്നു. അപ്പോഴാണ് സുമുഖനും അതികായനുമായ ഒരു യുവാവ് വന്ന് കുഞ്ഞന്നയെ കാണണമെന്ന് അഭ്യർത്ഥിച്ചത്. ഡ്യൂട്ടി നേഴ്സ് ആദ്യം സന്ദർശനം വിലക്കി. ഈ രാത്രി പറ്റില്ല, എല്ലാവരും ഉറക്കത്തിലാണ്. മാത്രമല്ല രോഗിയെ ശല്യപ്പെടുത്തരുതെന്നാണ്. എൻ്റെ വല്യമ്മച്ചിയാണ്, ഒന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാം. വളരെ ദൂരെ നിന്ന് വരികയാ, യുവാവ് പറഞ്ഞു. ദൂരെന്ന് വച്ചാൽ എവിടുന്ന്? ആന്ധ്ര, യുവാവ് പറഞ്ഞു. ഡ്യൂട്ടി നേഴ്സ് അയാളെ ഡ്യൂട്ടി ഡോക്ടറുടെ ചുമതല വഹിക്കുന്ന ഹൗസ് സർജൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇയാൾക്ക് കാഷ്വാലിറ്റി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റിനെ കാണണമെന്ന്.
ആന്ധ്രായിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. ഹൗസ് സർജൻ അയാളെ സംശയത്തോടെ നോക്കി. പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നാണ്. നിങ്ങൾ പോയിട്ട് നാളെ വരൂ. ഡോക്ടറെ പ്ലീസ്, എനിക്കൊന്ന് കണ്ടാൽ മതി. പറ്റില്ലെന്ന് പറഞ്ഞല്ലോ, ഇയാൾ പോയാട്ടെ. ഹൗസ് സർജൻ കലമ്പി. 1 മിനിറ്റ്. യുവാവ് കസേരയിലിരുന്ന ഹൗസ് സർജൻ്റെ കൈമുട്ടിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡോക്ടറും കൂടി വാ. ഡോക്ടർ കഠിനമായി ശോഭിച്ചുകൊണ്ട് കൈ കുതിരിക്കാൻ ഭാവിച്ചതും ഭയങ്കരമായ ഒരു വേദനയിൽ ഞരങ്ങിക്കൊണ്ട് പല്ല് കടിച്ചു. ഡോക്ടറുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് യുവാവ് കാഷ്വാലിറ്റി വാർഡിലേക്ക് നീങ്ങി. ഡോക്ടർ ഒരു പ്രതിഷേധവുമില്ലാതെ അയാളുടെ പിന്നെ ചെന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഡ്യൂട്ടി നേഴ്സ് അമ്പരന്ന് പിറകെ ചെന്നു. വാർഡിലെ ബൾബിനു പുറമെ ട്യൂബ് ലൈറ്റ് തെളിഞ്ഞത് കണ്ട് മറിയമ്മ മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഡോക്ടറുടെ വിരൽ പിടിച്ചുകൊണ്ട് ഒരാൾ കട്ടിലിനടുത്തേക്ക് വരുന്നു. സ്റ്റൂളിലിരുന്ന് കിടക്കയിലേക്ക് ചാഞ്ഞു കിടന്ന മറിയമ്മ പിടഞ്ഞെണീറ്റ് മാറി. ഡോക്ടറെ കട്ടിലിൻ്റെ കാൽക്കൽ നിർത്തിയിട്ട് യുവാവ് കിടക്കയിൽ വേദന കൊണ്ട് കണ്ണീരൊഴുക്കി ദയനീയമായി ഞരങ്ങിയും മൂളിയും കിടന്ന കുഞ്ഞന്നയെ സമീപിച്ചു. കുഞ്ഞന്നയുടെ നരച്ച തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു, വല്യമ്മച്ചിയെ. കുഞ്ഞന്നയ്ക്ക് ആദ്യം നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ശൗരിക്കുട്ടി. 4-5 തവണ ശൗരിക്കുട്ടിയുടെ വിരലുകൾ കുഞ്ഞന്നയുടെ നെറുകയിലും ചെന്നിയിലും അമർത്തി തലോടി. വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കുഞ്ഞന്നെ അറിയുന്നുണ്ടായിരുന്നു. അവരുടെ ചുണ്ടുകൾക്കും കണ്ണുകൾക്കും ചുറ്റുമുള്ള വേദനയുടെ ഞൊറികൾ മെല്ലെ അപ്രത്യക്ഷമായി. മുഖത്ത് ശാന്തത വന്നു. ശൗരിക്കുട്ടി അവരുടെ അസ്ഥി പൊട്ടിയ കൈയിലും തലോടി. കൈ നീര് വന്ന് ചീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്ലാസ്റ്റർ ഇടാത്തത്. ശൗരിക്കുട്ടി കുഞ്ഞന്നയുടെ തോളു മുതൽ വിരലറ്റം വരെ കൈയൊടിച്ചു. പലതവണ അത് ആവർത്തിച്ച ശേഷം ഡ്യൂട്ടി ഡോക്ടറെ നോക്കി. പ്ലാസ്റ്റർ ഇടണ്ട എന്ന് പറഞ്ഞു. ശൗരിക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്ന കുഞ്ഞന്ന വിതുമ്പി. എൻ്റെ മോനെ, അവരെയെല്ലാം പോലീസ് പിടിച്ചോണ്ട് പോയല്ലോ. സാരമില്ല വല്യമ്മച്ചി, അവരെയൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ശൗരിക്കുട്ടി ആശ്വസിപ്പിച്ചു. പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഞാനൊരൽപ്പം മർമാണി വൈദ്യം പഠിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ ചില ലാടഗുരുക്കന്മാർ പഠിപ്പിച്ചതാ. വല്യമ്മച്ചിയുടെ കൈ ഞാൻ പടിവെച്ച് കെട്ടി മുറിവെണ്ണ ഇട്ടോളാം. പ്ലാസ്റ്ററൊക്കെ വല്യമ്മച്ചിക്ക് ബുദ്ധിമുട്ടാ. ഡോക്ടർക്ക് തൻ്റെ ഡ്യൂട്ടി റൂമിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. ധാഷ്ട്യം പെടിഞ്ഞ് അയാൾ ശൗരിക്കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നില്ലേ? ശൗരിക്കുട്ടി കുഞ്ഞന്നയോട് ചോദിച്ചു. ഉണ്ട്. കുഞ്ഞന്നയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഞാനുണ്ട് കേട്ടോ, പേടിക്കണ്ട. മറിയമ്മ കിടക്കയുടെ തലക്കിലേക്ക് മാറി എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. ശൗരിക്കുട്ടി അവരുടെ നേർക്ക് തിരിഞ്ഞു. ചെറുപുഞ്ചിരിയോടെ അവൻ മറിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. മറിയമ്മച്ചിയെ, ആദ്യം എന്നെ മനസ്സിലായില്ല അല്ലേ? സ്വന്തം മകൻ ദീർഘകാലത്തെ വിരഹത്തിന് ശേഷം തൻ്റെ അമ്മയെ എന്ന പോലെ ശൗരിക്കുട്ടി ആശ്ലേഷിച്ചപ്പോൾ മറിയമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. തൻ്റെ മക്കളോടുള്ളതിനേക്കാൾ വാത്സല്യം മറിയമ്മയ്ക്ക് ആ നിമിഷം അവനോട് തോന്നുകയും ചെയ്തു. അവൻ്റെ പിറവിയും അപമാനമറിയാത്ത ശൈശവവും അവൻ്റെ ഒറ്റപ്പെടലും ബാല്യകാല വിഡിതങ്ങളും അവൻ്റെ വളർച്ചയും എല്ലാം മറിയമ്മയുടെ ഓർമ്മയിൽ മിന്നിമാഞ്ഞു. ശൗരിക്കുട്ടി പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് മറിയമ്മയെ ഏൽപ്പിച്ചു. ആശുപത്രിയല്ലേ, നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിഷമിക്കേണ്ടി വരരുത്. മറിയമ്മ കണ്ണീരോടെ തലയാട്ടി. വല്യമ്മച്ചിയെ, പോയിട്ട് വരാം. ശൗരിക്കുട്ടി അവരുടെ നെറ്റിയിൽ കൈത്തലം വെച്ച് 2 നിമിഷം നിന്നു. അതിനുശേഷം വാർഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഹൗസ് സർജൻ ആകാംക്ഷയോടെ ചോദിച്ചു, അതാരാ? ശൗരിക്കുട്ടി. മറിയമ്മ പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ ആരാ? കൊച്ചുമകൻ. അയാൾ എവിടെയാ? ആന്ധ്രയിൽ വരികയാണെന്ന് പറഞ്ഞതെന്താ? അവൻ ജീവനോടില്ലെന്നാണല്ലോ നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. കുഞ്ഞന്ന സമാധാനത്തോടെ കേട്ടുകിടന്നു. അവൻ എവിടെയായിരുന്നു ഇത്രകാലം? വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലെന്ന് കുഞ്ഞന്ന കണ്ണടച്ചു കാണിച്ചു. ഇനിയും വരുവല്ല, അന്നേരം ചോദിക്കാം. മറിയമ്മ അങ്ങനെ സമാധാനിച്ചു. രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെയാണ് ചെല്ലിക്കടപ്പുറത്തേക്ക് പോലീസ് ജീപ്പ് വന്നത്. ആഞ്ചലോസിൻ്റെ വീടിനരികെ റോഡിൽ ഹെഡ്ലൈറ്റുകൾ അണച്ച് അത് നിന്നു. പരിസരവാസികളെല്ലാം ഗാഢസുഷുപ്തിയിലായിരുന്നു. ജീപ്പിനുള്ളിൽ നിന്ന് ആഞ്ചലോസും ജാനറ്റും എമിലിയും ഇറങ്ങി. ജീപ്പ് ഉടൻ തന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങി. വീടിനുള്ളിൽ കുഞ്ഞന്ന ഉണ്ടാകുമെന്നായിരുന്നു എമിലിയുടെ വിചാരം. തിണ്ണയിൽ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. 3 പേരും തിണ്ണയിൽ ചെന്ന് കയറി. എമിലി വാതിലിൽ മുട്ടി വിളിച്ചു. വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ എമിലി വിളി ഒന്നുകൂടെ ഉച്ചത്തിലാക്കി. അമ്മേ, വാതിൽ തുറ, ഞങ്ങളാ. മറുപടി കിട്ടാഞ്ഞ എമിലിക്ക് സംശയമായി. ഒറ്റയ്ക്കിരിക്കാനുള്ള പേടി കൊണ്ട് അമ്മ അയൽപ്പക്കത്ത് പോയി കിടന്നു കാണുമോ? എമിലി ആഞ്ചലോസിനെയും വിളിച്ച് പിന്നാമ്പുറത്തേക്ക് പോയി. പിൻവാതിൽ തള്ളി നോക്കി. അത് ചാരിയിട്ടിട്ടേയുള്ളൂ.
അകത്ത് കയറി അവർ കുഞ്ഞനെ തിരിഞ്ഞു. മുറിയിലെങ്ങും ആരുമില്ല. മുൻവാതിൽ തുറന്നപ്പോൾ ജാനറ്റും അകത്ത് കയറി. അമ്മ എവിടെ പോയി? എമിലി ഉടൻ തന്നെ മറിയമ്മയുടെ വീട്ടിൽ ചെന്ന് വാതിലിൽ തട്ടി വിളിച്ചു. മറിയമ്മയുടെ മകൻ എഴുന്നേറ്റ് വന്ന് കണ്ണു തിരുമ്മിക്കൊണ്ട് കാര്യം തിരക്കി. കുഞ്ഞന്നമ്മച്ചി ആശുപത്രിയിലാ. അമ്മയാ കൂട്ടിന് നിൽക്കുന്നത്. നിങ്ങളെ എപ്പോഴാ പോലീസ് വിട്ടത്? മറിയമ്മയുടെ മകൻ ചോദിച്ചു. അമ്മയ്ക്ക് എന്നാ പറ്റി? കൈക്കാ പറ്റിയത്. ഒടിഞ്ഞോന്ന് സംശയമുണ്ട്. അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ശരി, അറിയാൻ വേണ്ടി വന്നത്. ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കല്ലേ. എമിലി സമാധാനത്തോടെ തിരികെ പോന്നു. ഒരു കട്ടൻ കാപ്പിയിട്ട് കുടിച്ച് കിടക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ആഞ്ചലോസിൻ്റെ വാതിലിൽ വീണ്ടും ആരോ മുട്ടി. എമിലി എഴുന്നേറ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാ എന്ന് മറുപടി. സംശയം തോന്നിയിട്ട് എമിലി പെട്ടെന്ന് വാതിൽ തുറന്നു. ശൗരിക്കുട്ടി. അമ്മ. എമിലിക്ക് പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെയായി. ആഞ്ചലോസ് തിണ്ണയിൽ വിരിച്ച പായന്മേലിരുന്ന് ശൗരിക്കുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. അകത്തോട്ട് കയറി വാ, ആരും കാണണ്ട, എമിലി ശൗരിക്കുട്ടിയോട് പറഞ്ഞു. ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ലമ്മ, ഞാൻ കള്ളനല്ലല്ല. ശൗരിക്കുട്ടി അകത്തേക്ക് കയറി. പോലീസ് നിങ്ങളെ ആരെയെങ്കിലും തല്ലിയോ? അവൻ ചോദിച്ചു. വനിതാ പോലീസുകാർ കുറെ ചേത്ത് വിളിച്ചു. പിന്നെ ചൂരലുകൊണ്ട് കാൽവെള്ളയ്ക്ക് അടിച്ചു. അത് സാരമില്ല, പോട്ട്, എമിലി പറഞ്ഞു. സാരമില്ലെന്ന് വിചാരിക്കണ്ട. എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം പറയണം. എന്നെയല്ല, ഇവളെയാ കൂടുതലടിച്ചത്. എമിലി ജാനറ്റിൻ്റെ നേർക്ക് കൈ കാട്ടി. ശൗരിക്കുട്ടി ജാനറ്റിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ആവലാതിയോ പരിഭവമോ സങ്കടമോ ഒന്നുമില്ല. പകരം വിപതി ധൈര്യമാണ്. അവരുടെ പെണ്ണ് ഡെന്നിച്ചൻ്റെ കൂടെ ഉണ്ടല്ലോ, അത്രയും മതി, ജാനറ്റ് പറഞ്ഞു. അവർ ഡെന്നിച്ചനെ കടപ്പുറത്തിട്ട് തല്ലിച്ചതച്ചതാ. അവൻ്റെ ജോലിയും കളയിച്ച് അവനെതിരെ കള്ളക്കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. എന്നിട്ട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ആണാന്ന് പറഞ്ഞു നടക്കണത്? ശൗര്യയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായി. തൻ്റെ സഹോദരി വെറും തൊട്ടാവാടിയല്ല. പോലീസിൻ്റെ തല്ലും ചീത്തയും കിട്ടിയതിൽ അവൾക്ക് അപമാനമൊന്നുമില്ല. മറിച്ച് അത് അവളുടെ അനുജൻ്റെ ധീരമായ ഒരു പ്രവൃത്തി മൂലമാകയാൽ അവൾക്ക് ചാരിതാർത്ഥ്യവും അഭിമാനവുമേ ഉള്ളൂ. ശൗരിക്കുട്ടി അവളുടെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചു. ശൗരിക്കുട്ടി, അവനെവിടെയാ? അവനെ പോലീസ് പിടിക്കോ? എമിലി വേവലാതി പൂണ്ടു. പോലീസിന് പിടിക്കേണ്ടി വരില്ലമ്മ. അവർ സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിക്കോളും. അത് വേണോ ശൗരിക്കുട്ടി? എന്നും ഒളിച്ചു ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ല. എന്നായാലും ഈ കടപ്പുറത്ത് വരണ്ടേ? ജോലി ചെയ്യണ്ടേ? പോലീസിൻ്റെ കൈ കിട്ടിയ അവരവനെ തല്ലിച്ചതയ്ക്കും. അവളെ ബലമായിട്ട് വീട്ടുകാർ പിടിച്ചോണ്ടു പോവും. എല്ലാത്തിനും പോലീസ് ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കും. നിൽക്കട്ടെ, ഞാനില്ലേ ഇവരുടെ കൂടെ. അത് മതിയോ എന്ന് എമിലിക്ക് സംശയം തോന്നി. അവൻ്റെ കാൽച്ചുവട് മുതൽ നെറുക വരെ എമിലിയുടെ കാഴ്ച ഒന്നളന്നു. 24 കൊല്ലം മുൻപ് താൻ വെറുത്തു പ്രസവിച്ച ചെറുജീവിയല്ല. പൊട്ടനെപ്പോലെ വളർന്ന ബാലനല്ല ഇവൻ. എന്തിനും പോന്നവനാണെന്ന് ഒരു നിമിഷം എമിലിക്ക് തോന്നി. എങ്കിലും പോലീസ് നിയമങ്ങൾ, നീതിവ്യവസ്ഥകൾ, പണക്കാരുടെയും അധികാരക്കൊതിയന്മാരുടെയും സ്വാധീന വലയങ്ങൾ, ഇവയെല്ലാം മറികടക്കാൻ ഇവന് കഴിയുമോ? അവരീ വീട്ടിൽ തന്നെ വരും, ഇവിടെ തന്നെ ജീവിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ശൗരിക്കുട്ടി ദൃഢസ്വരത്തിൽ പറഞ്ഞു. അവൻ കുറച്ച് പണം അമ്മയെ ഏൽപ്പിച്ചു. അത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് എമിലി അവനെ നോക്കി. ഞാനിപ്പോൾ തിരിച്ചു പോകുക. അവരെ കൊണ്ടുവരുമ്പം ഞാനും വരും. പിന്നെ ഇവിടെ തന്നെയാ, ശൗരിക്കുട്ടി ഉറപ്പ് നൽകി. എന്നിട്ട് ജാനറ്റിനോട് പറഞ്ഞു, ഇത് കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണമാ. വെറുതെ പറയുവല്ല, നമുക്കിവിടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ. എമിലി അവന് കട്ടൻ കാപ്പി തിളപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൻ നിന്നില്ല. എനിക്ക് പോയിട്ട് കാര്യമുണ്ടമ്മ. അവർ രണ്ടിനെയും ഒരിടത്ത് വിട്ടിട്ട് വന്നതല്ലേ. നേരം വെളുക്കുമ്പം എന്നെ കണ്ടില്ലെങ്കിൽ അവർ വിഷമിക്കും. പിന്നെ വേറൊരു കാര്യം, രാവിലെ അമ്മ ആശുപത്രിയിൽ പോണം. അവിടെ ചെന്ന് വല്യമ്മച്ചീനെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, പോട്ടെ. അവൻ തിണ്ണയിലിറങ്ങി. ആഞ്ചലോസ് ഒരു ദൃക്സാക്ഷിയെപ്പോലെ തിണ്ണയിൽ വിരിച്ച പുൽപ്പായയിൽ ചുമരും ചാരി ഇരിപ്പുണ്ടായിരുന്നു. ശൗരിക്കുട്ടി അയാളുടെ തോളത്ത് പിടിച്ചു. ആഞ്ചലോസ് നിർവികാരനായി അവനെ നോക്കി. പോട്ടെ, ശൗരിക്കുട്ടി യാത്ര പറഞ്ഞു. ആഞ്ചലോസ് തലയാട്ടി. ശൗരിക്കുട്ടി റോഡിനപ്പുറത്തെ ഇരുട്ടിലേക്ക് നടന്നുപോയി. അതിരാവിലെ ആൻഡപ്പൻ പീറ്ററും കൂട്ടരും അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലെത്തി. ഷീബയെയും ഡെന്നിച്ചനെയും പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് തിരക്കി. അപ്പോൾ ASI ആണ് പറഞ്ഞത്, ഡെന്നിച്ചൻ്റെ വീട്ടുകാരെ SI ജോൺസന്റെ നിർദ്ദേശപ്രകാരം രാത്രി തന്നെ വിട്ടയച്ചുവെന്ന്. രാവിലെ തന്നെ മക്കളെയും കൂട്ടി ആൻഡപ്പൻ പീറ്റർ SI ജോൺസന്റെ വീട്ടിൽ ചെന്നു.
സാറേ, ഞാൻ ഇന്നലെ രൂപ 15,000 എണ്ണിത്തന്നത് അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയാണോ? ആരെ വീട്ടിൽ കൊണ്ടുവിട്ടു? SI ജോൺസൺ അജ്ഞത നടിച്ചു. ആ ഡെന്നിച്ചൻ്റെ വീട്ടുകാരെ? അതോ, അവർ സ്ത്രീകളല്ലേ? അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെച്ചോണ്ടിരുന്ന ഞാൻ പലരോടും സമാധാനം പറയേണ്ടി വരും. 24 മണിക്കൂർ ആയില്ലല്ലോ സാറേ. ആയോ? ആൻ്റപ്പൻ പീറ്റർ ചോദിച്ചു. പോലീസ് കുറേ ചോദ്യം ചെയ്തു, അടിയൊക്കെ കൊടുത്തു. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ മകളെ അവന്മാർ എവിടേക്കാ കൊണ്ടുപോയതെന്ന്. പിന്നെന്തിനാ വെറുതെ? സാറേ, അവർക്കറിയത്തില്ലെന്ന് നമുക്കും അറിയാം. അമ്മയും പെങ്ങളെയും പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ട് തല്ലുനിന്ന് കേൾക്കുമ്പം ഏത് പൊനത്തിൽ ഒളിച്ചിരുന്നാലും അവന്മാർ തനിയെ വന്ന് കീഴടങ്ങും. അതിനു വേണ്ടിയല്ലേ നമ്മളങ്ങനെ ചെയ്തത്. സാറ് പൈസ വാങ്ങിച്ചിട്ട് ഇമാതിരി പണി കാണിക്കുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. അവരെ പോലീസ് ജീപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുന്നു. എടോ, പാതിരാത്രിക്ക് അവരെ റോഡിലിറക്കി വിട്ടിട്ട് അവർക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ സമാധാനം പറയണം. അറിയോ തനിക്ക്? നേരം വെളുത്തിട്ട് വിട്ടാൽ മതിയായിരുന്നല്ലോ. പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാത്രി മുഴുവൻ സ്റ്റേഷനിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അവർ കേസിലെ പ്രതികളല്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാറ് നിയമത്തിൻ്റെ വര അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ ശരിയായി തന്നെ വരയ്ക്കുന്ന ആളാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങളോട് 15,000 രൂപ വാങ്ങിയത്? എടോ, താൻ എന്തു പറഞ്ഞാലും തൻ്റെ മകളെ ഇനി തനിക്ക് കിട്ടില്ല. അതാണ് സംഭവം. താൻ ഇവിടെ കിടന്ന് നാക്കിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊരുമാതിരി പന്നത്തരമായിപ്പോയി. ഞാനൊന്ന് നോക്കട്ടെ സാറിൻ്റെ തലയ്ക്ക് മീതെ വേറെ പോലീസുകാരുണ്ടോന്ന്. എന്തായാലും നനഞ്ഞിറങ്ങിയില്ലേ സാറേ? ഇനി കുളിച്ചു കയറിയിട്ടേയുള്ളൂ. താൻ ചെല്ല്. SI ജോൺസൺ കൈയൊഴിഞ്ഞു. കാലത്ത് 10 മണിയോടെ ആൻ്റപ്പൻ പീറ്ററും സംഘവും മാരാരിക്കുളം സർക്കിൾ ഓഫീസിലെത്തി. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഗണേശനെ കണ്ട് പരാതി സമർപ്പിച്ചു. ശ്രീ ഗണേശൻ പരാതിയും സാറിനെ വേണ്ട പോലെ കണ്ടോളാം എന്ന ഉറപ്പും സ്വീകരിച്ച് ഫയലാക്കി വേണ്ടത് ചെയ്യാമെന്ന് തിരിച്ചും ഉറപ്പ് നൽകി. ശ്രീ ഗണേശൻ അപ്പോൾ തന്നെ SI ജോൺസനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. താനെന്തും മറ്റേ പണിയാടോ കാണിച്ചത്? അയാളോട് പൈസ വാങ്ങിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്തു കൊടുത്തോ? ശാസന അസഹ്യമായപ്പോൾ ജോൺസൺ വസ്തുതകൾ തുറന്നു പറഞ്ഞു. സാറേ, എനിക്ക് അതല്ലാതെ ഗത്യന്തരമില്ലായിരുന്നു. ശൗരിക്കുട്ടി എന്നു പേരുള്ള ഒരുത്തൻ രാത്രി എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. എന്നെയും വൈഫിനെയും കെട്ടിയിട്ട് മർദ്ദിച്ചു. എനിക്കിപ്പോൾ ശരിക്ക് സംസാരിക്കാൻ വയ്യ. താടിയെല്ലിന് പരിക്ക് പറ്റി. എൻ്റെ വീട്ടിലെ ബാത്റൂമിൻ്റെ വാതിൽ അവൻ തകർത്തു. എൻ്റെയും വൈഫിൻ്റെയും ഫോൺ ലോക്ക് ചെയ്തു. ഇൻകമിംഗ് മാത്രമേ കിട്ടുള്ളൂ. അവൻ്റെ വീട്ടുകാരെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ച് വീട്ടിലെത്തിച്ച ശേഷമാ അവൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ഇതൊക്കെ താനെന്താ റിപ്പോർട്ട് ചെയ്യാതിരുന്നേ? CI ഗണേശൻ ക്ഷോഭിച്ചു. ശരി, ഇനിയൊന്നും ചെയ്യണ്ട. ബാക്കി ഞാൻ നോക്കിക്കോളാം. CI ഗണേശൻ ഫോൺ വെച്ചു. അടുത്ത ഭാഗം നാളെ.